بسم الله الرحمن الرحيم ബഹുമാനപ്പെട്ട ഹിജറയുടെ 1435 വർഷത്തിലെ ആദ്യത്തെ ക്ലാസ്സാണ്. അത് സംബന്ധമായ ചില കാര്യങ്ങളും അനുബന്ധമായ മുഹറം 10 ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഹിജ്റ എന്നത് ലോക ചരിത്രത്തിലെ വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഹിജ്റയുടെ പ്രാധാന്യത്തെ ഒരൊറ്റ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ലൗലൽ ഹിജ്റതു ലകുൻതു റജുലൻ മിനൽ അൻസാർ. മുത്തുനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗലൽ ഹിജ്റതു ലകുൻതു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ജനിക്കേണ്ടവനാണ്. ഞാൻ മദീനക്കാരുടെ കൂടെ അൻസാരിങ്ങളിൽ ജനിക്കേണ്ട ആളാണ്. ഞാൻ മക്കയിൽ ജനിച്ചത് ഹിജ്റയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹിജ്റ എത്ര വലുതായിരിക്കും. ഞാൻ ജനിക്കേണ്ടത്, ഞാൻ ആവാൻ ആഗ്രഹിച്ചത് അൻസാരികളിലാണ്. എന്നാൽ ഞാൻ മക്കത്ത് ജനിച്ചത് ഒരു പ്രധാനപ്പെട്ട കാരണം മക്കയിൽ നിന്ന് എനിക്ക് ഹിജ്റ വരാനുള്ളത് കൊണ്ടാണ്. ഹിജ്റക്ക് സമാനമായ ഒന്നുമില്ല. ഹജ്ർ എന്ന വാക്കിൽ നിന്നാണ് ഹിജ്റ എന്ന വാക്കുണ്ടായത്. അൽ ഹജ്റു, ഹജ്ർ എന്നാൽ അത്തർക്കു എന്നാണ് അതിന്റെ അർത്ഥം, ഉപേക്ഷിക്കുക. ഹിജ്റ എന്നാൽ അത് ഉപേക്ഷിക്കലാണ്. എന്തും വലിയ വലിയ ധനാഢ്യന്മാർ ഒരു നിമിഷം കൊണ്ട് ദരിദ്രന്മാരായി മാറി. ഹിജ്റയാണ്. അതും പ്രകൃതിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ ധനം നഷ്ടപ്പെട്ടു പോയതല്ല. ഒരു ദിവസം അവർ ഈമാനിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് പോരേണ്ടി വന്നതാണ്. പിന്നെ അവർ ചില്ലിക്കാശില്ലാത്ത ഫക്കീറുകളായി മദീനയിൽ വരികയാണ്. അവർ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള മക്കക്കാരായിരുന്നു. ഇതാണ് ഹിജ്റ. ഹിജ്റ പോലെ ഒരു കാര്യമില്ല. ഹിജ്റ എന്നാൽ സുഹ്ദാണ്. വസ്സുഹ്ദു അഫ്ളലു മൻസുബിൻ ബഅദ തുഖാ. തഖ്വ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനം സുഹ്ദാണ്, ത്യാഗം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതുപോലെ ഒരു സംഗതിയില്ല. ലൗ അൻഫഖ അഹദുഹും മിസ്ല ഉഹുദിൻ ദഹബൻ മാ അൻഫഖ മുദ്ദ അഹദിഹിം വലാ നസീഫഹു എന്ന് പുണ്യ റസൂൽ ഒന്നാമതായി പറഞ്ഞത് ഇവരെ കുറിച്ചാണ്. പിന്നീട് വരുന്നവർ ഉഹുദ് മലയുടെ അത്ര ദാനം ചെയ്താലും ഈ മുഹാജിരികളും അൻസാരികളുമായ ആദ്യകാലക്കാർ കൈക്കുമ്പിളിൽ കൊടുത്ത ഗോതമ്പ് മണിയുടെ കൂലി കിട്ടുകയില്ല. അതാണ് ഹിജ്റക്കാരും അൻസാരികളും. അത് ഭയങ്കരമാണ്. അതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കഴിഞ്ഞു. സയ്യിദുനാ ഫാറൂഖിന്റെ കാലത്താണ് ഇതിന് ഹിജ്റ കലണ്ടർ എന്ന പേര് വന്നത്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ എല്ലാം എണ്ണമുണ്ട്. മിൻ യൗമ ഖലഖസ് സമാവാതി, യൗമ ഖലഖസ് സമാവാത്. അല്ലാഹു ആകാശം പടച്ചത് അന്ന് മുതലേ മുഹറം, സഫർ ഉണ്ട്. പക്ഷേ അതിന് ഹിജ്റ കലണ്ടർ എന്ന പേര് വന്നത് പുണ്യ നബിയുടെ വരവോട് കൂടിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് കൊടുത്തത് സയ്യിദുനാ ഫാറൂഖാണ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഫാറൂഖിന്റെ കാലത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക കലണ്ടറിന് ഒരു ഇസ്ലാമികമായ ഐഡന്റിറ്റി വരണം എന്നൊരു അഭിപ്രായം സ്വഹാബികൾക്കുണ്ടായി. അപ്പോൾ എന്തിന്മേൽ അതിന് വരും എന്നൊരു ചർച്ച വന്നു. അപ്പോൾ ഏകദേശം ഒരു അഭിപ്രായം പലരും പറഞ്ഞതിൽ കരണീയമായ അഭിപ്രായത്തെ സയ്യിദുനാ ഫാറൂഖ് സ്വീകരിച്ചു.
അതാണ് ഹിജ്റ. അന്ന് മുതൽ ഇസ്ലാമിക തഖ്വീമിന്, ഇസ്ലാമിക കലണ്ടറിന് അത്തഖ്വീമുൽ ഹിജ്രി എന്ന് പേര് വന്നു. ഒരു കൊല്ലം ഇങ്ങനെ എഴുതിയാല് അറബി കണക്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇടും. 1435 ആമത്. ഇതെന്താ? ഹിജ്റയുടെ ആദ്യ അക്ഷരമാണ്. അങ്ങനെ ഹിജ്റ കലണ്ടർ എന്ന പേര് സയ്യിദ്ന ഫാറൂഖ് കൊണ്ടുവന്നു റളിയല്ലാഹു അൻഹു. അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കലണ്ടറിന് ഹിജ്റ കലണ്ടർ എന്ന പേര് കൊടുത്തത്? നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പേര് കൊടുക്കാം എന്ന അഭിപ്രായം പറഞ്ഞു. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് വലിയ സംഭവമല്ലേ? വലിയ സംഭവം തന്നെയാണ്, ഭയങ്കര സംഭവമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പക്ഷെ അതെന്താണ്? അത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയതാണ്. ഇത് മനുഷ്യർ അള്ളാഹുവിന് വേണ്ടി നൽകേണ്ടതാണ്. എപ്പോഴും അതിലാണ് മനുഷ്യർക്ക് പാഠമുണ്ടാവുക. മറ്റൊരു അള്ളാഹുവിന്റെ നിഅമത്താണ്. ഇതോ ആ നിഅമത്തെ ഏറ്റുവാങ്ങിയവർ അള്ളാഹുവിന് കാണിച്ച ശുക്റാണ്. മനുഷ്യനാക്കി ആകേണ്ടത് ഷാക്കിറാണ്, അള്ളാഹു ആകേണ്ടത് മുൻഇമാണ്. മനസ്സിലായില്ല? മീലാദ് ഷരീഫ് എന്നത് അത് അള്ളാഹു മനുഷ്യർക്ക് ചെയ്ത റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അള്ളാഹു മനുഷ്യർക്ക് ചെയ്ത റഹ്മത്താണ്. ഹിജ്റ എന്നത് അള്ളാഹുവിന്റെ മുന്നിൽ മനുഷ്യർ ചെയ്ത നന്ദിയാണ്. അപ്പോൾ ഷാക്കിറാണ്. ഷാക്കിറിന്റെ റുത്ബയാണ് ഏറ്റവും പ്രധാനം. എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷമിച്ച് നോൻപ് നോക്കുന്നതിനേക്കാൾ നല്ലത് നന്ദിയോടെ ഭക്ഷണം കഴിക്കലാണ്. പക്ഷെ നിഅമത്തുള്ളവന് പലപ്പോഴും നന്ദി ഉണ്ടാവില്ല. അതാണ് വിഷയം. അപ്പോൾ ഹിജ്റ എന്നത് നന്ദിയാണ്. ആർക്ക് ചെയ്യുന്ന നന്ദി? അല്ലാഹു. എന്റെ എല്ലാം, എന്റെ എന്തും, എന്റെ എല്ലാം. അതുപോലെ ഒരു പാഠമില്ല. എല്ലാം ചിന്തിക്കണേ. ഹിജ്റയിൽ ഒരുപാട് പാഠമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആ പാഠം ബലിഷ്ഠമായ പാഠമാണ്. ഒന്ന്, അള്ളാഹുവിന് വേണ്ടിയുള്ള തെർക്ക് എന്നത് ഇന്ന് ജനങ്ങൾക്ക് അറിയൂല. ഒരു ദിക്റെല്ലാം നോമ്പോൽക്കാനൊക്കെ അറിയും, തെർക്കറിയൂല. അള്ളാഹുവിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങളെ തെർക്കിയ ഒരൊറ്റ ഉദാഹരണത്തിൽ നമുക്ക് ഹിജ്റയെ മനസ്സിലാക്കാം. സൂറത്തുൽ ബഖറ 207. 2 തരം മനുഷ്യരെ അതിൽ പറയുന്നുണ്ട്. 2-3 ആയത്ത് മുതൽ നേരത്തെ ഓതിയാൽ 2 വിഭാഗത്തെയും കാണാം. من الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله أخرته العزة بالإثم فحسبه جهنم ولبئس المهاد ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. 2 തരം ആളുകളുമായിട്ടാണ് ഈ 4 ആയത്തിനും ബന്ധം. 204 മുതൽ 207 വരെ. 204, 205, 206 ആയത്തുകൾ അഹ്നസ് ബിൻ ശരീഅക്ക് മുസ്ലിമായപ്പോൾ ഇറങ്ങിയതാണ്. ലഅനത്തുല്ലാഹി അലൈഹി. മനസ്സിലായില്ല? അവനെ പറ്റി ഇറങ്ങിയതാണ് ആദ്യത്തെ 3 ആയത്ത്. അവസാനത്തെ ആയത്ത് സയ്യിദ്ന സുഹൈബിന് വേണ്ടി ഇറങ്ങിയതാണ്, അദ്ദേഹം മുഹാജിറായപ്പോൾ റളിയല്ലാഹു അൻഹു. വമിനൻ നാസി, മനുഷ്യരിലുണ്ട് ചില ആളുകൾ, യുഅ്ജിബുക ഖൗലുഹു, അവന്റെ വാക്ക് നിന്നെ അത്ഭുതപ്പെടുത്തും. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവ് ലക്ഷ്യം വെച്ചാണ് അവർ സംസാരിക്കുക. പക്ഷെ വാക്ക് കേട്ടാൽ നമ്മൾ വീണു. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മുസ്ലിം ആവണ്ടേ, ഞാൻ നന്നാവണ്ടേ എന്നൊക്കെ പറഞ്ഞു വന്നു. അഹ്നസ് ശരീഅത്ത് ലഅനത്തുല്ലാഹി അലൈഹി. വയുശ്ഹിദുല്ലാഹ്, അല്ലാഹുവിനെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്യും.
അലാമാ ഫീ ഖൽബിഹി, അവന്റെ കൽബിലുള്ള കാര്യത്തിന്റെ മേൽ അവൻ സാക്ഷി നിർത്തും. ഞാൻ അള്ളാഹനെ മുൻനിർത്തി പറയാണ്, എനിക്ക് നന്നാവണം, ഞാൻ നന്നാകാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉഷാറായിട്ട് വരും. അവൻ വലിയ മോശപ്പെട്ടവനാണ്, അവൻ ദീനിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്, എപ്പോഴും തർക്കിക്കാൻ നടക്കുന്ന ശത്രു. അലബ്ദുൽ ഹിസാം ശത്രുവാണ്. അവന്റെ നാവ് തിന്മക്ക് വേണ്ടി അവൻ ചെലവാക്കുള്ളൂ. അങ്ങനത്തെ ഇസ്ലാമിന്റെ ശത്രുവാണ്, ഉള്ളിന്റെ ഉള്ളിലവൻ. പക്ഷെ അവൻ എന്തു പറയും? അതായത് ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഹബീബായ നബിയുടെ അരികിൽ വന്നു, ഇസ്ലാമിന്റെ മഹത്വത്തിന് വേണ്ടി വന്നതാന്ന് പറഞ്ഞു, മുസ്ലിമാണെന്ന് പറഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ എന്റെ മനസ്സിലുള്ളതാ പറഞ്ഞതൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ, ഇസ്ലാമിനെതിരെ നാവ് പ്രയോഗിക്കുന്ന ശത്രുവാണ്. അവൻ തിരിഞ്ഞുപോയി, അവൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ അവൻ പോയി. എന്നിട്ടോ അവൻ എന്താ ചെയ്ത്? പോയ വഴിക്ക് പിന്നെ എന്തുണ്ടായിരുന്നു? സാധുക്കളുടെ കുറച്ച് കൃഷി ഉണ്ടായിരുന്നു. ആ കൃഷിക്കാൻ തീ കൊടുത്തു. പിന്നെയോ അവിടെ കുറച്ച് കഴുതകൾ മേഞ്ഞിരുന്നു. ആ കഴുതകളിൽ ചില കഴുതകളെ വെട്ടി പരിക്കേൽപ്പിച്ചു കൊന്നു. അവൻ ഇസ്ലാമായി മനസ്സിലായില്ല. അങ്ങോട്ടല്ല മതിമറക്കുക, കളിയാക്ക, മതിമറക്കുക. മനസ്സിലായില്ലേ? ഞാൻ ഇസ്ലാം, ഞാൻ മുസ്ലിമായി, ഇതൊക്കെ പ്രവർത്തനം ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി. സത്യത്തിൽ ഇവൻ ആള് ഭയങ്കര കള്ളനാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ആഖിനസ്ലാനത്തുള്ള അവൻ ചെയ്തതാണത്. വൈദാത്തവല്ല, അവൻ പിന്തിരിഞ്ഞു പോയാലോ, സഹാഫില്ലി, ഭൂമിയിൽ ഇറങ്ങിയാൽ അവൻ അധ്വാനിക്കുക, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കൃഷിയെ നശിപ്പിക്കാനാണ്. പെറ്റുപെരുകി ഉണ്ടാക്കുന്ന ജീവികളെയും. ഇത്തരം ആളുകളെ അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു ഒരിക്കലും ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല. അവനോട് പറയപ്പെട്ടാൽ ഇത്തഖില്ല, ഒന്ന് പടച്ചവനെ പേടിക്കില്ല അഖിനസെ എന്ന് ആരെങ്കിലും അവനോട് പറയപ്പെട്ടാൽ അഖിറത്തുൽ ഇസ്സ, അവൻ വലിയ യോഗ്യത അവനെ പിടികൂടും. ബിൽ ഇസ്മി, ഒരു കുറ്റകരമായ യോഗ്യത, കുറ്റത്തോടുകൂടി. അതായത് അവൻ ആരെയും ജിന്നെ പഠിപ്പിക്കാൻ ആരാ? മനസ്സിലായില്ല? എന്താണ് അഖിനസെ എനിക്ക് ചെയ്തതെന്ന് എങ്ങാനും അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ മേക്കെട്ട് കയറി. ഇതൊന്നും ആരുടെ സ്വഭാവമല്ല. ഇവൻ ആള് കള്ളനാണ്, അതുകൊണ്ടല്ലേ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. മനസ്സിലായില്ലേ? നാമ കൊണ്ട് പറഞ്ഞേ, ഉള്ളിൽ അവൻ എന്തില്ല? ഇസ്ലാമോ ഈമാനും ഇല്ല. രണ്ട് നാമ കൊണ്ട് ഷഹാദത്ത് കലിമ ചെല്ലുന്ന രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹു തആല കാണിക്കുക. ഒരാളാണ് ആര്? അഖിനസ്. നാവുകൊണ്ട് പറഞ്ഞല്ലോ, ഉള്ളിൽ അവൻ എന്തില്ല? ഇസ്ലാമല്ല. അവൻ ഇസ്ലാം എന്ന് പുറത്തുപോവുകയും ചെയ്തു. ലഅനത്തുല്ലാഹി അലൈഹി. മനസ്സിലായില്ലേ? ഒന്ന്. പിന്നെ ജഹന്നം, അവൻ നരകം മതിയായതാണ്. അവനെ ഒരുക്കിയ തൊട്ടിൽ വളരെ ചീത്തയാണ്. അവൻ ചെന്നെത്തുന്ന സ്ഥലം വളരെ ചീത്തയാണ്. ഏതാ ചീത്തയായ സ്ഥലം? നരകം. ഓൻ ഇസ്ലാമായിട്ട് നരകത്തിലെത്തണോനാണ്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകും. അവരെ നാവിലെ ഇസ്ലാം ഉണ്ടാവുള്ളൂ, ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ആൾ, അതാണ് മുഹാജിർ. അത് തൂക്കം ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആയത്താണ്. രണ്ട് വിഭാഗത്തെയും കാണുക. ഇവർ രണ്ടും നാവുകൊണ്ട് ഇസ്ലാമിനെ പറഞ്ഞിട്ടുണ്ട്. ആര്? അഖിനസും ഇയാളും. ഇത് ഈ 207-ാമത്തെ ആയത്ത് ഇത് ഓതാൻ വേണ്ടിയാണ് ഇതുവരെ പറഞ്ഞത്. ഈ 207-ാമത്തെ ആയത്ത് സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു വേണ്ടി ഇറങ്ങിയതാണ്. സുഹൈബ് ഹിജ്റ വന്നപ്പോൾ ഈ ആയത്ത് ഇറങ്ങി. റളിയല്ലാഹു അൻഹു. വമിനന്നാസ് من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. ഈ ആയത്ത് ഇറങ്ങിയത് സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ വന്നപ്പോഴാണ്. സുഹൈബിന്റെ ശറഫ് ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ പറഞ്ഞുതരാം. രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്തുകൊണ്ടു മരണവേദന എടുത്തു. മരണമുറപ്പായി. ആരാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ചർച്ച വന്നു. ഒന്നടങ്കം സ്വഹാബികൾ തീരുമാനിച്ചു സുഹൈബ് നിസ്കരിക്കട്ടെ. കാരണം അൽ ബഖറയിലെ 207-ാമത്തെ ആയത്ത് സുഹൈബ് മദീനയിൽ വന്നപ്പോൾ ഇറങ്ങിയതാണ്. എന്താണ് ഈ പറഞ്ഞത്? ഇത് ഹിജ്റയുടെ ഒരു നിശാനിയാണ്, ഒരു അടയാളമാണ്. ഇതേ നമുക്ക് ഹിജ്റയെ മനസ്സിലാക്കാം. എന്താ സംഭവം എന്നറിയോ? ഒന്നുമില്ലാതെ മക്കയിൽ വന്ന ആളാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. പിന്നെ കച്ചവടം ചെയ്തിട്ട് ധനാഢ്യനായി.
പിന്നെ ഹിജ്റ പോകാൻ വേണ്ടി ഇറങ്ങി, ഒട്ടകപ്പുറത്തേക്ക് ഇറങ്ങി കഅബാലയത്തിനടുത്ത് വന്നപ്പോൾ ഖുറൈശികൾ ഒന്നടങ്ങണ്ട് വളഞ്ഞു, പോകാൻ പറ്റില്ല. ഒട്ടകപ്പുറത്തിൽ നിന്ന് പുറത്തുനിന്ന് വീഴ്ത്തി. അപ്പോൾ അദ്ദേഹം തന്റെ ആയുധമെടുത്തു. എന്നോട് കളിക്കരുത്, കളിച്ചാൽ ഓരോന്നിനും ഞാൻ അമ്പെയ്യുന്നു. ഭയങ്കര അമ്പയത്തിന് കഴുത്തുള്ള ആളായിരുന്നു സുഹൈബ് റളിയല്ലാഹു. അപ്പോൾ പറഞ്ഞു, സുഹൈബ് ഒരു കണ്ടീഷൻ, വിട, പക്ഷേ ഇതുവരെ നീ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഞങ്ങൾക്ക് കേറണം. ആയുസ് മുഴുവൻ ചെലവഴിച്ചുണ്ടാക്കിയ, കഷ്ടപ്പെട്ട് മതി മക്കയിൽ ഉണ്ടാക്കിയ മുഴുവനും സമ്പത്ത് കൊടുക്കാമെന്ന് സുഹൈബ് തീരുമാനിച്ചു. ആ സമ്പത്ത് മുഴുവനും സുഹൈബ് നൽകി. ഒരു സെക്കൻഡ് കൊണ്ട് ഫഖീറായി സയ്യിദുനാ സുഹൈബ്. പിന്നെ ഓടിപ്പോന്നു മദീനയിലേക്ക്. അപ്പോൾ അവർ വിട്ടു. മദീനയിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിൽ എത്താൻ അടുത്തപ്പോൾ സ്വഹാബികളെയും കൊണ്ട് റസൂൽ പള്ളിയിലിരുന്നു സുഹൈബിനെ സ്വീകരിക്കാൻ. സുഹൈബ് ഇങ്ങനെ കയറി വന്നപ്പോൾ റസൂൽ സുഹൈബിനെ കണ്ടപ്പോൾ പറഞ്ഞു, ജാനർ റാബിഉ, ഇതാ ലാഭം കൊണ്ടുള്ള ആള് വരുന്നുണ്ടല്ലോ, ലാഭമുള്ള ആൾ വരുന്നത്. ഒരു ഉപ്പയല്ല, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. ഞാൻ എന്താ കുട്ടികളെ ഇതൊക്കെ പറഞ്ഞറിയോ? ഇവര് പടുത്തുയർത്തിയ ദീനാണിത്. ഇവർക്കാണ് ഇതിന്റെ ദണ്ണം. ഇന്ന് അതേ ദീനാണ് നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ പരസ്പരം ചീത്ത പറഞ്ഞു കളയുന്നത്. നമ്മൾ വൈകുന്നേരമായ പണിയല്ല അങ്ങോട്ടും ചീത്ത അറിയാം. എന്തുകൊണ്ട്? ഇവരാണെങ്കിൽ അത് ചെയ്യൂല. എന്തുകൊണ്ട്? ഇവർ എങ്ങനെയാണത് പടുത്തുയർത്തിയത് എന്നത് അത്രയും ഗൗരവമാണ്. അങ്ങനെ എന്നിട്ട് പറഞ്ഞു, ഇതാ ലാഭമുള്ള ആൾ വന്നു കയറിയല്ലോ. ഈ മനുഷ്യൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ ഇന്നലെ ആയത്ത് കൊണ്ടുവന്നിരുന്നു. ഇത് റസൂൽ പറഞ്ഞേന്നു. ചില ആയത്തുകള് സബബുൻ നുസൂൽ ഇന്ന നബി ഇന്ന സ്വഹാബിക്ക് വേണ്ടിയാകും, ഇന്നയാൾക്ക് വേണ്ടിയാവുന്ന മുഫസ്സിരീങ്ങൾ പറയലാണ്. ഇത് ആരെന്നെ പറഞ്ഞു? ഇത് സുഹൈബിന് തന്നെ ഇറങ്ങിയ ആയത്താണ്. റസൂൽ അങ്ങനെ അപൂർവമായത്ത അതിൽപ്പെട്ട ഒന്നാണ്. മനുഷ്യരിലുണ്ട് ചില ആളുകൾ തന്റെ ജീവിതം കൊണ്ടുണ്ട, തന്റെ ശരീരം കൊണ്ട് നേടിയ ജീവിതം തന്നെ അയാൾ വിൽക്കാനും തയ്യാറാകും. ജീവിതം വിൽക്കല്ലോ. എന്തിന്? ഈ അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി. രത്നക്കച്ചവടക്കാരനായിരുന്നു സയ്യിദുനാ സുഹൈബ് റളിയല്ലാഹു അൻഹു. രത്നക്കച്ചവടക്കാരൻ മെല്ലെ 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 മെല്ലാണ് കേറിയിട്ട് പോലെ പണക്കാരനായി. പിന്നെ ഒരു മിനിറ്റ് കൊണ്ട് ഹിജ്റ പോയപ്പോൾ അന്നാണ് ഫഖീറായി. ലാഭക്കാരൻ, ഫഖീറ, 10 പൈസ കയ്യിൽ ഇല്ല. അപ്പോഴാണ് ലാഭക്കാരൻ, ഭയങ്കര ലാഭം കിട്ടിയവരുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാരും സുഹൈബിനെ വളരെ ബഹുമാനിച്ചിരുന്നു. കാരണം സുഹൈബിന് വേണ്ടി ആയത്തിറങ്ങിയിട്ടുണ്ട്. ആയത്ത് ഓതിയിട്ട് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴായത്തിറങ്ങിയത്? ലമ്മാ ഹാജറ ഇലാ മദീനത്തി റസൂലില്ലാ, മദീനയിലേക്ക് സുഹൈബ് വന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. മിനന്നാസ്, മനുഷ്യരിലുണ്ട് ചില ആളുകൾ അവർ ജീവിതവും വിൽക്കാൻ തയ്യാറാകും. അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി ജീവിതം വിറ്റല്ലോ. ജീവിതത്തിൽ സന്ധ്യാസമയം വരെ ഉണ്ടാക്കിയ സകല സമ്പത്തും ഹിജ്റക്ക് വേണ്ടി കൊടുത്തു സയ്യിദ്നാ സുഹൈബ് റളിയല്ലാഹു അൻഹു. എല്ലാവരും പിന്നെ ഭക്ഷണം പോലും കഴിക്കാതെ മദീനയിലേക്ക് പോയി. ഒന്നും കയ്യിലില്ല. സയ്യിദ്നാ സുഹൈബ് റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്ന് മദീനയിലെത്തിയപ്പോ റസൂൽ പൊട്ടിക്കരഞ്ഞു. ഇതല്ലാതുള്ള ദിവസങ്ങളെ അവരെ പറ്റി റസൂൽ എന്ത് പറഞ്ഞത്? ഇവര് ഈ കൈയിന്റെ ഉള്ളിൽ എനിക്കൊരു ഗോതമ്പ് തന്നാൽ പിന്നീടുള്ളവർ ഉഹദ് മല തന്നാലും അക്കൂലിട്ടു. മർലാത്ത്, പൊരുത്തങ്ങൾ, റിളാമല്ല മർലാത്ത്. അള്ളാന്റെ എല്ലാ വഴിക്കുള്ള പൊരുത്തം കിട്ടണം. ഇസ്ലാമായതുകൊണ്ട് ഒരു പൊരുത്തണ്ട്. മദീനെ പോയാൽ യുദ്ധത്തിന് പോവാ, അപ്പൊ യുദ്ധത്തിന്റെ വഴി പൊരുത്തണ്ടാവും. ഹിജ്റ പോയ എല്ലാ പൊരുത്തവും. നോക്ക് മർലാത്തില്ല. മനസ്സിലായില്ലേ? അല്ലാഹു ആകട്ടെ റഊഫുൻ, ഏറെ കൃപയുള്ളവനാണ് ബിൽ ഇബാദി, ഇത്തരം അടിമകളോട്.
اللهم اجعلنا معهم اللهم اجعلنا معهم اللهم إنا نحب هؤلاء ولا ما نحبهم إلا فيك يا الله فأرسلنا إلى സുഹൈബ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരെ പഠിക്കണം. സുഹൈബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വഹാബിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വഹാബിയാണ്. റസൂൽ അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? അർ-റാബിഹ്. അർ-റാബിഹ് എന്താ അർത്ഥം? ലാഭക്കാരൻ, ലാഭമുള്ള ആൾ. ഫഖീറായപ്പോഴാണ് ലാഭമുള്ള ആൾ എന്ന് പറഞ്ഞത്. എന്തിനാണ് ഫഖീറായത്? ജീവിതത്തിൽ മക്കയിലുള്ള മുഴുവനും വരുമാനവും കടയും സമ്പത്തും മുഴുവനും വലിച്ചെറിഞ്ഞ് ആർക്ക് വേണ്ടി? ഹിജ്റ പോകാൻ, അള്ളാഹ്ക്ക് വേണ്ടി. കാരണം ഒരു ചില്ല പൈസ കൊണ്ട് പോകാൻ മക്കക്കാർ സമ്മതിക്കൂല. എന്നാ പിന്നെ അവർ പറഞ്ഞു, ഇജ്ജ് മുസ്ലിമായിക്കോ, മക്കയിൽ തന്നെ കഴിഞ്ഞോ, ഹിജ്റ പോകരുന്ന മതി. സുഹൈബ് പറഞ്ഞു, എനിക്ക് ഹിജ്റ പോകണമെങ്കിൽ ഇതൊക്കെ തരണം. കാരണം ഈ മക്കയിൽ വന്നിട്ട് നേടിയ സമ്പത്തായിട്ട് അപ്പോഴത്തിന് ജീവിതം സന്ധ്യാനേരായിട്ടുണ്ട്. ഇനി ഇതുപോലെ സമ്പാദിക്കാൻ സുഹൈബിന് കഴിയൂല. പക്ഷേ സുഹൈബ് ജീവിതം വിറ്റു. അതാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജീവിതം വിറ്റു. ജീവിക്കാലം വരെ, ജീവിതത്തിന്റെ സന്ധ്യാനേരത്ത് വരെ ഉണ്ടാക്കിയത് മുഴുവൻ ഒരു സെക്കൻഡിൽ കഅബാലയത്തിന്റെ മുന്നിലാണ് ഇറങ്ങിയിട്ട് കൊടുത്തു. മദീനയിൽ ചെന്നപ്പോ ഹബീബ റസൂലുള്ളാഹി കാത്തിരിക്കുക. ഇതാ ജാഅന റാബിഹ്, ലാഭമുള്ള ആൾ വരുന്നുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി നസലത്ത് ഫീഹി. ഇതാ സുഹൈബ് ഇന്ന് എത്തിച്ചേരുമെന്നും ജിബ്രീൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ആയത്തും കൊണ്ടുവന്നു. അതാണ് അൽ ബഖറ 207 ആയത്ത്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഹിജ്റയുടെ മെസ്സേജ്. അതുകൊണ്ടാണ് മുഹാജിരീങ്ങളെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞത്, അവര് കയ്യിന്റെ ഉള്ളം കയ്യില് ഒരു ഗോതമ്പ് ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ളവർ ഉഹുദ് മലദാനയുടെ അത്ര പൊന്ന് ദാനം ചെയ്താലും അവർ കയ്യിന്റെ ഉള്ളിൽ തന്ന ഗോതമ്പ് മണിയുടെ കൂലി അള്ളവർ കൊടുക്കൂല. പിന്നീടുള്ളവര് നമ്മളൊക്കെ തന്നെ പിന്നീടുള്ളവർ, അഥവാ നമ്മളപ്പോ തന്നെ കാരണം നിഅമത്തും സൗകര്യമൊക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് ഉഹുദ് മലയുടെ അത്ര സ്വർണം ദാനം ചെയ്താലും സുഹൈബിനെ പോലത്തെ സ്വഹാബികൾ കയ്യിന്റെ ഉള്ളിൽ കൊടുത്ത ഗോതമ്പ് മണിയുടെ കൂലി കിട്ടൂല. ഇത്ര കൊടുത്ത കൂലി കിട്ടൂല. മുട്ട് പറഞ്ഞ 2 കൈയും കൊണ്ട് വാരുന്നതാണ് എന്ത്? മുട്ട്. വല നസീഫഹു, ഇതിന്റെ പകുതി കൊടുത്ത കൂലിയും കിട്ടൂല. തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ റസൂൽ 2ാമത്തെ ഭാഗത്തിലേക്ക് വന്നു. 2 കൈയും കൊണ്ട് കോരുന്നതാണ് എന്ത്? മുട്ട്. ഇതാണ് എന്ത്? നസീഫ്, അതിന്റെ പകുതി. ഈ ഉള്ളം കയ്യിൽ കൊടുത്ത ഗോതമ്പ് മണിയുടെ കൂലി പോലും കിട്ടൂല. എന്തേ സുഹൈബ് ചെയ്തത്? അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. അത് തന്നെ, അതാണ് ഹിജ്റ. അതൊന്നും നമുക്ക് ഇന്ന് അന്തല്ലാത്തതാണ്. നമുക്ക് അതൊന്നും പാഠവുമില്ല, നമ്മളതൊന്നും പഠിക്കൂല. 1435 എവിടുന്നെങ്കിലും ആരെങ്കിലും ഈ വെള്ളം കേട്ടോ എങ്ങനെ മറ്റൊരാൾ ചീത്തരാൻ കഴിയുന്നതാണ് ഇപ്പൊ നമ്മളെ വേണം. രാവും പകലും ഒന്നേ വേണം. എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുമെന്ന് വെച്ചെങ്കിൽ, നിങ്ങളൊന്ന് പൂർണ്ണമായി മുസ്ലിമായിക്കോളി. അടുത്ത ആയത്തതാ, നിങ്ങൾ മേലെ കൂടെ നടക്കണ്ട, നിങ്ങളൊന്ന് ശരിക്കും മുസ്ലിമായിക്കോളൂ. ആരായതുപോലെ? സുഹൈബായതുപോലെ. ഇതെന്റെ സുഹൈബിന്റെ ആയത്തിലേക്ക് ചേർത്ത് വെച്ച് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്നാൽ ആര് പ്രവേശിച്ചതുപോലെ എന്നാണ്? സുഹൈബ് പ്രവേശിച്ചതുപോലെ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. പിശാചിന്റെ ചവിട്ടടിക്കൊപ്പിച്ച് നടക്കണ്ട. എന്താ പിശാചിന്റെ ഔട്ടടി? മനുഷ്യന്മാർക്കിടയിൽ വിട്ടുപിരിക്കുക. സിഹർ ചെയ്യുന്ന ആരാ? ശൈത്താനാ. എന്താ സിഹറിന്റെ പരിപാടി? ഒരു കുടുംബത്തെ പിരിക്കുക. അറിയില്ലേ? 102ാമത്തെ ആയത്ത് എവിടെ? അൽ ബഖറ. സിഹറിന്റെ ആയത്തിലുണ്ടല്ലോ, സുലൈമാൻ എന്ന ആയത്തിൽ പറയുന്നുണ്ടല്ലോ, 102ാമത്തെ ആയത്ത്. 101 അവിടെ എടുത്തു. ഖുർആൻ തലയൊക്കെ കയറണം മനുഷ്യന്മാരെ. അത് മേപ്പെട്ട് ഓദ്യാണ്ട് അങ്ങനെ മുത്തി ഇങ്ങനെ എടുത്തിട്ട് കാര്യമല്ല. തലയൊക്കെ കയറണം. ഇത് മുത്താൻ വേണ്ടി ഇറക്കിയ സുഹൃത്തല്ല, തലയൊക്കെ കയറാൻ വേണ്ടി ഇറങ്ങിയതാണ്. ജനങ്ങൾ സിഹർ പഠിച്ചു. എന്തിനു വേണ്ടി പഠിച്ചു? മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി. അതാണ് ഖുതുവാത്തു ശൈത്താൻ. ഞാൻ അതെടുത്തിട്ട് വിടുക നോക്ക്. അൽ ബഖറ 208 എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണം. എത്തി നോക്കിയാ പോരാ. ആര് പ്രവേശിച്ചതുപോലെ?
സുഹൈബ് പ്രവേശിച്ചതുപോലെ പ്രവേശിക്കണം. പിന്നെ വലാ തത്തബിഉ, നിങ്ങൾ പിന്തുടരരുത് ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാദങ്ങളെ, ചവിട്ടടികളെ. ശൈത്താന്റെ ചവിട്ടടി എന്താ? ശൈത്താന്റെ ഒന്നാമത്തെ ചവിട്ടടി എന്താ? മനുഷ്യമല്ലാമ്പ് തെറ്റിക്ക. സുഹൈബ് എന്താ ചെയ്തത്? ഹിജറ എന്താ? ഹിജറ ഇസ്ലാമിന് വേണ്ടി തെർക്ക് ചെയ്യാ, ഇസ്ലാമിന് വേണ്ടി എല്ലാം തെർക്കിയ. അതാ സുഹൈബ് ചെയ്തത്. ഒന്നുകൂടി ആയത്ത് മനസ്സിലായില്ല. നോക്ക്, ആ ആയത്ത് കൊണ്ട് വെച്ച സ്ഥലം നോക്കി. യാ അയ്യുഹല്ലദീന, നമുക്ക് എല്ലാവർക്കും അതിന് ആയത്താണ് ഈ ആയത്ത്. ഏത്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫാ. ഈ ആയത്ത് എല്ലാവർക്കും അറിയും. പക്ഷെ ഈ ആയത്തിനെ വെച്ചത് എവിടെയാ? സുഹൈബിന്റെ ആയത്തിലാണ്. അതായത് സുഹൈബ് ചെയ്തതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നന്നാവുള്ളൂ. സുഹൈബ് എന്താ ചെയ്തത്? തഖ്വ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മർത്തബ ത്യാഗത്യജിക്കലാണ്. മനസ്സിലായി? അള്ളാഹ്ക്ക് വേണ്ടി ഏത് സുഖവും സൗകര്യവും ത്യജിക്കാൻ തയ്യാറായാൽ എന്തായി? ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിച്ചു. അള്ളാഹു അത് തന്നെ കുട്ടികളെ നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങളുണ്ടാ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുന്ന ആര് ചെയ്തതുപോലെ? സുഹൈബ് ചെയ്തതുപോലെ. സുഹൈബ് എന്താ ചെയ്തത്? അള്ളാഹ്ക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ സുഹൈബ് തയ്യാറായി. അതന്നെ ഹിജ്റ. അതന്നെ. അതുകൊണ്ടാണ് നിങ്ങൾ അറിയോ, ഉമർ ഇബ്നുൽ ഖത്താബ് മരിക്കുമ്പോ തൊട്ടടുത്ത് ആരുണ്ടെന്ന് അറിയോ? ഇബ്നു ഉമർ ഉണ്ട്. ഇബ്നു ഉമർ ആരാന്ന് വെച്ചാൽ ഈ ഉമ്മത്ത് കണ്ട അലി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാന്ന് വെച്ചാൽ ലോകം ഒന്നടങ്കം പറയുന്നത് ഇബ്നു ഉമറാണ്. പക്ഷേ എല്ലാരും പറഞ്ഞു നിസ്കാരം ആര് നടത്തട്ടെ? സുഹൈബ് നടത്തട്ടെ. കാരണം സുഹൈബിന്റെ ഹിജ്റയെ പ്രശംസിച്ചിട്ട് ആയത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും സമ്മതിച്ചു സുഹൈബ് നിസ്കരിച്ചു. സത്യത്തിൽ രക്തബന്ധമുള്ളവരെ നിസ്കരിക്കേണ്ടത്, രക്തബന്ധമുള്ള ആളുകളുടെ ഉണ്ട്. സ്വന്തം മകൻ, ആ മകനാകട്ടെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതനാണ്. എന്നിട്ടും സഹാബികൾ പറഞ്ഞു സുഹൈബ് നിസ്കരിക്കേണ്ടത്. കാരണം സുഹൈബിന് വേണ്ടി ആയത്തിറങ്ങി. പിന്നെ രണ്ടാമത്തെ ഒരു മെസ്സേജ് ഉണ്ട്. എന്താ ഹിജ്റ? എന്താ? അൻസാരിങ്ങൾ. എന്താ അൻസാരിങ്ങൾ മെസ്സേജ്? അൻസാരിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്തത്? അൻസാരിങ്ങൾ എന്താ ചെയ്തത്? അൻസാരിങ്ങൾ ചെയ്തത് നമ്മുടെ നാട്ടിലേക്ക് പോരുന്ന ഒരു വിഭാഗം അഭയാർത്ഥികളായി വരുവാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. എന്താ കാരണം എന്നറിയോ? കുറഞ്ഞ ഭക്ഷണം കൊടുത്താൽ തന്നെ നമ്മളെ പൊരിയിലെ പണി നടക്കും. അപ്പൊ അഭയാർത്ഥികളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും തൃപ്തിയാവും. പാറ കുട്ടി എന്തുകൊണ്ട് കാര്യമായി കൂലി കൊടുക്കേണ്ടി വരില്ല. അത് ഞാൻ കൊടുത്താൽ തന്നെ എല്ലാവരും നടന്നു, എല്ലാം നടന്നു. അൻസാരിങ്ങൾ എന്താ? സത്യത്തിൽ വലിയ കൃഷിപ്പണിക്കാരാണ് ആര്? അൻസാരിങ്ങൾ. അവരതല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്തെന്നറിയാം നിങ്ങൾക്ക്? അൻസാരിങ്ങൾ സ്വന്തം മുതലിന്റെ പകുതി മുഹാജിരിങ്ങൾ കൊടുത്തു. എന്നിട്ട് പണി എന്താ ചെയ്തത്? വിത്തും പണി വരന്നെ ചെയ്ത് മറ്റൊരു പള്ളി പഠിക്കാം. പകുതി സാധനം അവരാണ് കൊയ്യും. മനസ്സിലായ പറഞ്ഞത്? വിത്തും പണിയും ആര്? വിത്ത് ആരുടേത്? അൽ ബദറു വൽ മുഊനതു വൽ ജുഹദു, അധ്വാനം, വിത്ത്, ചെലവ്, അതൊക്കെ ആരെടുക്ക? അൻസാരി എടുക്കുക. മൊത്തം ഒരു വിളഭൂമി, ഗോതമ്പിന്റെ പാടം 10 ഏക്കർ ഉണ്ടെങ്കിൽ ഒരാള് അതിന്റെ നേരെ പകുതി അവർക്ക് കൊടുക്കുക, മുഹാജിറിന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിത്തും അവരിറക്കും, പണി ഇറക്കാൻ മതി. മക്കാർക്ക് ഈ പണി അറിയില്ല. മക്കാർ കച്ചവടക്കാരാണ്. അത് പണി ഇവർക്ക് അറിയില്ല. ചെലവ് വഴി കാരണം 10 ദിവസം ഇല്ല, 10 പൈസ എല്ലാവർക്ക്. മക്കളെന്ന് വന്നവരുടെ കയ്യിൽ 10 പൈസ ഇല്ല, വിത്തുമില്ല, പണി അറിയൂല. അപ്പോൾ വിത്ത് കൊടുക്കും, ചെലവും ചെയ്ത് കൊടുക്കും, പണിയെടുത്ത് കൊടുക്കും. കൊയ്യുമ്പോ നേരെ വരച്ചും പിടിക്കും. പകുതി അവര് കൊയ്യും, പകുതി വരും. അതാണ് അൻസാരിങ്ങൾ. അതാണ് ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ. മദീനക്കാരെ സ്നേഹിക്കൽ ഈമാന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഹദീസ് ഭയങ്കര. ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ. അൻസാരികളെ സ്നേഹിക്കൽ ഈമാന്റെ അടയാളമാണ്. ആയത്തുൻ നിഫാഖ് ബുഗ്ളുൽ അൻസാർ. അൻസാരി മദീനക്കാരെ സ്നേഹിക്കൽ ഈമാന്റെ അടയാളമാണ്. മദീനക്കാരോട് കോപിക്കൽ നിഫാഖിന്റെ അടയാളമാണ്. അവൻ മുഅ്മിനാവില്ല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരികളാണ്, അവരെ സ്നേഹിക്കണം.
കാരണം അവർ ചെയ്ത ഒരു ത്യാഗം ലോകത്താൾ ചെയ്തിട്ടില്ല, ഒരാളുമില്ല. കാൾ മാക്സിനോ എംഗൽസിനോ ആർക്കും ഇങ്ങനെ ചരിത്രമില്ല. എന്ത് ചെയ്തു? പാവപ്പെട്ടവർ വന്നപ്പോൾ സമ്പത്തുള്ളവർ എന്ത് ചെയ്ത്? സഹായിക്കാൻ എല്ലാവരും സഹായിച്ചിട്ടുണ്ടാവും. ഇത് അങ്ങനെയല്ല, സഹായം അങ്ങനെയല്ല. എന്ത്? മുതലിന്റെ പൗത്യം കൊടുക്കുന്നത്. ചിലപ്പോൾ ചില അൻസാരികൾ നബിയോട് വന്ന ദേഷ്യത്തോടെ വിമ്മിഷ്ടത്തോടെ സംസാരിക്കും. നബിയെ എത്ര വട്ടം ഞങ്ങളോട് പറഞ്ഞതാണ്, അടുത്ത മുഹാജിറിന് വരുമ്പോൾ എനിക്ക് തരണമെന്ന്, ഇതുവരെ എനിക്ക് ആളെ കിട്ടിയില്ല. എന്തിന്? ചിന്തിച്ചു നോക്കിയത് എന്തിന്? മുതലല്ല കുട്ടിയെ, മുതലിന്റെ മുതലാണ്. നിങ്ങൾ വിചാരിക്കുക എന്തോ മുഹറമ്പത്തിന് പുറത്തെടുത്ത് കൊടുത്തതാണ്. അതല്ല. എന്ത്? പൗദ്യം കൊടുക്കുക. ചിലപ്പോ റസൂലുള്ളാഹിനോട് വന്നിട്ട് അവർ തർക്കിക്കും, നബി ഞാൻ എത്ര വട്ടം പറഞ്ഞു, എന്നിട്ട് ഇപ്പോഴും എനിക്ക് ആളെ കിട്ടിയില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി സന്തോഷിപ്പിക്കും. ആളുകൾക്ക് മുഹാജിറുകൾ വന്നപ്പോൾ അൻസാരി ഏറ്റത് കൊണ്ടാണ്, ഞാൻ അപ്പോഴത്തിന് ആള് പോയത് കൊണ്ടാണ്. ഇനി ഒരു മുഹാജിർ വന്നാ ആദ്യം നിനക്കരാ സമാധാന. എന്തൊരു എന്തൊരു അവരെ പറ്റിയാണ്, എന്തൊരു ജനതയാണ്. ഇങ്ങനെ ഇവരോട് പിൻപറ്റിയവർ, അത് കുറച്ച് വായ്പാണ്. അതാവശ്യം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان باعتقاد أنهم آخر أهل الدنيا. അത് അബിഹ്സാൻ, അല്ലാതെ നന്മയിൽ പിൻപറ്റാനല്ല. നന്മയിൽ ഏതിന് നെഹ്റുവിനോട് പിൻപറ്റാൻ. മനസ്സിലായില്ല? തിരിഞ്ഞില്ല. മുഹാജിറുകൾ അൻസാരികളോട് നന്മയിൽ പിൻപറ്റാം. അന്തെന്ന് പറഞ്ഞ സാധനം അർത്ഥം പറയണവനും കേൾക്കണവനും ഉണ്ടാവില്ല. മനസ്സിലായില്ല? നന്മയിൽ ആരോട് പിൻപറ്റിക്കൂടെ മനുഷ്യന്മാരെ? നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ പടച്ചോനെ. നന്മയിൽ ആരോടും പിൻപറ്റിക്കൂടെ? ആരോടും പറ്റിക്കൂടെ നന്മയിൽ? അപ്പൊ ഈ ഇഹ്സാന്റെ മാന എന്താ? ഈ ഇഹ്സാന്റെ മാന പറയാ. ഈ ഇഹ്സാന്റെ മാന അവർ ചെയ്തതാണ് മാതൃകയെന്നും അവരെയാണ് പകർത്തേണ്ടതെന്നുമുള്ള നല്ല വിശ്വാസത്തോടെ അവരെ പകർത്തുക. അങ്ങനെ ചെയ്താൽ അവരെ തൊട്ട് അല്ലാഹു ഇഷ്ടപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് തന്നെ. രണ്ട് വിഭാഗം തെർക്ക് ചെയ്തതാണ്. മുതല് എല്ലാം മക്കാരെല്ലാം ഉപേക്ഷിച്ചു, മദീനക്കാരോ അവരുപേക്ഷിച്ചു. അവരെങ്ങനെ ഉപേക്ഷിച്ചത്? അവരും മറ്റവരോട് സമായി ധനത്തിന്റെ പകുതി നബിയോട് വന്നിട്ട് എല്ലാവരും പറയും, നബി ആളെ കിട്ടിയില്ല. നിങ്ങൾ വിചാരിക്കുക ഇവർക്ക് പണത്തിനും വിലയില്ലാത്തോണ്ടായിരിക്കുന്നു. അല്ല, അവരാരായിരുന്നു? ഒരു ദിർഹമിന് വേണ്ടി സ്വന്തം സഹോദരനെ കൊന്നവരായിരുന്നു. അള്ളാന്റെ റസൂൽ വരുന്നതിന് മുമ്പ് അവരാരായിരുന്നു? ചിലപ്പോൾ ഞങ്ങൾ ഏട്ടനെ വെട്ടിയിട്ടുണ്ട്. ഒരു റുപ്യക്ക് വേണ്ടി. അവരാണ് ഒരു റുപ്യക്ക് വിലയുള്ളവരല്ലേ? ആണ്. പക്ഷേ ഇസ്ലാം അവരിൽ പൂർണ്ണമായി പ്രവേശിച്ചപ്പോ ഇതൊക്കെ ഒരു നിസ്സാരായി. വലിയത് കിട്ടിയപ്പോ ചെറിയത് ഒരു കളഞ്ഞ്. ചെറിയതേതാ? മുതല്. വലിയതേതാ? ഇസ്ലാം. ഞാനൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. നമ്മൾ ചെറിയ കുട്ടിക്ക് ഒരു 25 പൈസയുടെ മുട്ടായി കൊടുത്ത് നിൽക്കാം. ഒരു 25 പൈസയുടെ മിഠായി, ഉറുപ്പ്യക്ക് 4 കിട്ടുന്ന ഒരു മിഠായി ഒരു കുട്ടിക്ക് കൊടുത്തെന്ന് സങ്കല്പിക്കേ. ആ കുട്ടി അത് ഇങ്ങനെ ഈമ്പി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതാണ് വലിയതെന്ന് വിചാരിച്ച് ഈ കുട്ടി ഇതിങ്ങനെ ഈമ്പുന്ന സമയത്ത് ഗൾഫാരം വന്ന് ഇറങ്ങിയിട്ട് സ്നിക്കർസിന്റെ പെട്ടിയാണ് പൊട്ടിച്ചിട്ട് ഇത്ര നീട്ടമുള്ള വലിയ പൂണ്ടിയോ സ്നിക്കർസോ കുട്ടിയുടെ കയ്യിലാണ് കൊടുത്താൽ പിന്നെ കുട്ടി നോക്കുക, ഈ 25 പൈസന്റെ ലാസഞ്ചർ ആർക്കാ ഒന്ന് കൊടുക്കുകയാണ്. അതെന്നെയാ. അത് നമുക്ക് സ്നിക്കർസും മാർസുമാണ് ഇപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ല. നമ്മളിപ്പോ മറ്റേ നീമ്പല്ല. ഏത് ലാസഞ്ചർ നീമ്പണ പണിയാ നമുക്ക് ഇപ്പോഴും. അതാ നമ്മളെ പ്രശ്നം.
മുതലിന്റെ പൊതി കൊടുക്കുക. ചിന്തിച്ചു നോക്കി എന്താണ് ആ ജനത. പള്ളിയിൽ ഇങ്ങനെ പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കയറി വന്നപ്പോൾ മുഹാജിറായി കയറി വന്നപ്പോൾ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, സഅദേ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതാ നിനക്ക് ആളെ കിട്ടി. ആളില്ലല്ലോ, ഇതാ ഇവനെടുത്തോ, കൊണ്ടുപോയിക്കോ. ഇതിന്റെ നാട്ടുകാരൻ അബ്ദുറഹ്മാനെ കൊണ്ടുപോയിക്കോ, മക്കാരൻ അബ്ദുറഹ്മാൻ കൊണ്ടുപോയിക്കോ. അബ്ദുറഹ്മാൻ അറിയൂലേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആരാ? മിൻ അശറത്തിൽ മുബശ്ശറ അഫ്ളലുൻ നാസി ബഅദൽ അംബിയാഇ അൽ അശറത്തുൽ മുബശ്ശറ. ആരാ 10 ആളുകൾ? അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനികൾ 10 ആളുകളാണ്. പറ. അബൂബക്കർ, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്. പിന്നെ സഅദ്, സഈദ്, പിന്നെ സുബൈർ, പിന്നെ ത്വൽഹത്ത്, പിന്നെ അബൂ ഉബൈദ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. മനസ്സിലായില്ലേ? റളിയല്ലാഹു അൻഹു. അതാണ് അൽ അശറത്തുൽ മുബശ്ശറ. അഫ്ളലുൻ നാസി ഹദീസാണ്. ഈ ഹദീസാണ് ഇത് ഹദീസാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അഫ്ളലുൻ നാസി ബഅദൽ അംബിയാഇ അൽ അശറത്തുൽ മുബശ്ശറ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടവർ 10 ആളുകൾ. അതിൽപ്പെട്ട ആളാണ് ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഹിജ്റ വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട് പറഞ്ഞു, സഅദേ ദാ അബ്ദുറഹ്മാൻ ഹിജ്റ വന്നിട്ടുണ്ട്, നിന്റെ മുതലിന്റെ പകുതി അബ്ദുറഹ്മാൻ കൊടുത്തതാണ്. ഞാൻ സ്വീകരിച്ചു. പിന്നെ അടുത്ത വേറൊരാളെ, ഒരു മുഹാജിറിനെ ഇനി ആരെയാണ് ഏൽപ്പിക്കേണ്ടത് നബി ഇങ്ങനെ തിരയുന്നതിനിടയിൽ സഅദ് ബിൻ മുആദ് എന്ത് ചെയ്ത്? സഅദ് റളിയല്ലാഹു അൻഹു ഫജറ ഖമീസ് അബ്ദുറഹ്മാന്റെ ഖമീസ് പിടിച്ചു വലിച്ചു. ഫജറഹു ഇല സുഫത്തി, പള്ളിയുടെ ചെരുവിലേക്ക് വലിച്ചിട്ട്. മനസ്സിലായില്ല? ഇങ്ങനെ പറഞ്ഞ് റസൂലുള്ളാഹി അടുത്ത മുഹാജിറിനെ വേറൊരാളെ ഏൽപ്പിക്കുന്ന തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ എന്ത് ചെയ്ത് സഅദ് റളിയല്ലാഹുവിന്റെ മുതലാണ് ആർക്ക് കൊടുക്കേണ്ടത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കൊടുക്കേണ്ടത് റളിയല്ലാഹു അൻഹു. അതിനിടയിൽ സഅദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് മുതൽ കൊടുക്കണമല്ലോ. അപ്പൊ അബ്ദുറഹ്മാൻ മെല്ലെ ഖമീസ് പിടിച്ച് വലിച്ച് കണ്ണുകൊണ്ട് ഇങ്ങനെ ഗോഷ്ടി കാണിച്ച് പള്ളിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ എന്താപോലെ ഒരു വലിക്കല് അത്യാവശ്യം പറയണ്ട. അങ്ങനെ പള്ളിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു, അപ്പൊ എന്ത് ചെയ്തു? ഭയങ്കര ഒരു ഭാഗ്യക്കാരൻ തന്നെയാ. ആ താരിഫിനെ അറിയോന്ന് വെച്ചു. മദീനയിലെ ഏറ്റവും വലിയ മുതലാളി ഞാനാണ്. വലിയ ഭാഗ്യക്കാരനാണ്. എന്റെ നബി എന്നോട് പറഞ്ഞ്, ഇത് കേട്ടില്ലേ? നിന്റെ മുതലിന്റെ പകുതി നമുക്ക് തരാനാവും. ഇന്നെ മനസ്സിലാക്കിയോ? മദീനയിലെ ഏറ്റവും വലിയ മുതലാളി ഞാനാ. എന്റെ മുതലിന്റെ പകുതിയായിരിക്കും. ഇതന്നെയാണ് എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. അവർക്കത്ത് നമുക്ക് കഴിയില്ല. അവർക്കൊരു വെളിച്ചം കിട്ടിയതാണ്. അവർക്ക് കോളേജ് പഠിച്ചൊന്നുമല്ല. അവര് ഒന്നുമല്ല. അവര് പൈസയും ദാരിമ്യം അങ്ങനെ ഒന്നുമല്ല. അതൊന്നും ആയാൽ തെറ്റും ശരിയെന്നൊന്നും പറഞ്ഞതിന് മാനല്ല. അതൊന്നുമല്ല പറഞ്ഞത്. അവര് കാസിമ്യോ ദാരിമ്യോ ഒന്നുമല്ല അവരെ കണക്ക്. അവർക്ക് മറ്റത് കേറിപ്പോയി. എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. ചിന്തിക്ക്. ഇത് കേവലം നമുക്കൊരു പേരുണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിലേക്ക് ഈ സംഗതി കയറണം. അതിന്റെ ഉള്ളിലെടുക്കണം. കയറിപ്പോയി അല്ലാഹു നമുക്ക് ഇൽമിനെ തരട്ടെ. കുട്ടികളെ ചിന്തിക്കണം. ഞാൻ ഒന്നും വെച്ചിട്ടല്ല ഇത് പറയുന്നത്. അപ്പൊ തടിയിലേക്ക് നമ്മൾ ചെയ്യണം. ഭൂമിന്റെ അടിയിൽ എന്താ നടക്കണമെന്ന് നമ്മൾ അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വെറുതെ കളിച്ചിട്ട് കാര്യമല്ല. എന്നാൽ ഈ കിതാബിലുള്ളതനുസരിച്ച് കളിച്ചാലോ ഭൂമിന്റെ അടിയിൽ സുഖം ഉണ്ടാവുന്ന ഉറപ്പാണ്. പിന്നെ എന്തിനാ ബേജാറാവണം? തിരിഞ്ഞിട്ടില്ല. ഈ കിതാബിലുള്ളതനുസരിച്ച് നമ്മൾ പണിയെടുത്താൽ ഭൂമിയുടെ അടിയിൽ ഒന്ന് പറ മനുഷ്യ, ഭൂമിയുടെ അടിയിൽ സുഖാവെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമ്മൾ ഏത് കളി കളിച്ചാലും നമുക്ക് ഉറപ്പില്ല. എന്താ നമുക്ക് അറിയില്ല. ഈ കിതാബുള്ള അനുസരിച്ച് കളിച്ചാൽ ഭൂമിയുടെ അടിയിൽ സുഖം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അതനുസരിച്ച് ജീവിക്കലല്ലേ നല്ല. അതാ ചെയ്തത്. അയാൾ പകുതിയാക്കി. പകുതി നിനക്കും പകുതി നിൽക്കും. പിന്നെ ദേശം കൂടി വയറിൽ കേൾക്കാറുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അതായിക്കോട്ടെ, നമുക്ക് പോവാം. റസൂലുള്ളാഹിയുടെ വയറിൽ കുറച്ചുകൂടി കേൾക്കല്ലേ? കേൾക്കാം. പകുതിയൊക്കെ ആക്കി. പകുതി നിനക്ക് എടുക്കാം, പകുതി എനിക്ക്. തോട്ടമൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. കച്ചവട പീടിക തോട്ടം ഇഷ്ടം പോലെ ഉണ്ട്. പകുതിയാക്കാം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി വയറിൽ കേൾക്കാം. വയറിൽ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കേറിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പിന്നെയും വലിച്ചു. ബേക്കിന്ന് വലിച്ചു. പറഞ്ഞു, ഈ ഭാര്യനെ കൊണ്ടാണോ വന്നത് എന്ന് ചോദിച്ചു. ഭാര്യ അല്ലാതെയാണ്. മക്കയിൽ ഭാര്യയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു.
പിന്നെ ഇപ്പം ഞാൻ എങ്ങനെ നീയും ഞാനും തമ്മിൽ സമമാക്കി നബിയോട് മറുപടി പറയാ. ഞാനും നബിയെ നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ തന്നെ ഞാനും ഇവനെ ഞങ്ങൾ തമ്മിൽ സമമാക്കി എന്ന് പറയാൻ വേണ്ടിയാ ഞാൻ പള്ളിന്റെ ഉള്ളിൽ കയറുന്നത്. ഇപ്പൊ നമ്മൾ സമമാക്കിയില്ലാന്ന് മനസ്സിലായില്ലേ? ഞാൻ എങ്ങനെ നബിയോട് പറയുക? സമമാക്കിയില്ലല്ലോ. എനിക്ക് 2 ഭാര്യമാരുണ്ട്, നിനക്ക് ഭാര്യ ഇല്ലതാണ്, പിന്നെ എങ്ങനെ സമമാക്കി എന്ന് പറയാം? ഏതായാലും എന്ത് ചെയ്യാ, ഞാന് എന്റെ 2 ഭാര്യമാര് നിനക്ക് കാണിക്കാം. ഇഖ്തരിൽ ജമീല, സുന്ദരിയായ പെണ്ണിനെ ഇജ്ജ് തെരഞ്ഞെടുത്തോ. ഉത്തല്ലിഖ, ഞാൻ തൊലാഖില്ല, തത്തസവ്വജുഅ, ഇജ്ജ് കല്യാണം കഴിക്കാം, ഇജ്ജിന്റെ അഞ്ചനും ഞാൻ ഏട്ടൻ. അങ്ങനെയല്ലേ നബി പറഞ്ഞത്? അബ്ദുറഹ്മാൻ കരഞ്ഞു. കേട്ടോരൊക്കെ ഈ ഹദീസൊക്കെ ആലോചിച്ച് എത്ര ആയിരം മനുഷ്യർ കരഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്റെ ഭാര്യക്ക് സമ്മതാണെങ്കിൽ 2 ഭാര്യമാരിൽ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിനക്ക് തിരഞ്ഞെടുത്ത, ഒന്ന് നിനക്കും അവള് സമ്മതിച്ചാൽ മതി. അപ്പോഴേ നമ്മൾ തമ്മിൽ എന്താവുള്ളൂ? സമൂഹം. എങ്ങനെയുണ്ട്? ഇതാണോ സാബിഖൂന? ഇവരുടെ ഓർമ്മയാണ് എന്ത്? ഹിജ്റ. ഇവരെ കാരണം എന്തോന്ന് അറിയാം, കലണ്ടറിൽ എന്നും നോക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യന് മരണം വരെ ഓർക്കാൻ വേണ്ടിയാണ് എന്ത് ഈ കലണ്ടറിന് ഹിജ്റ കലണ്ടർ എന്ന് പേരിട്ടത് ഉമർ ബിൻ ഖത്താബാണ്. അതിന് മുമ്പ് ആ പേര് ഇല്ല. മുഹറം സഫർ ഉണ്ട്, എന്തില്ല? ഹിജ്റ എന്ന പേരില്ല. ചിന്തിക്കുക നിങ്ങൾ. അപ്പോൾ എന്താണ് ഹിജ്റയുടെ പാഠം? 1 ഹജ്ർ, 1 ഉഖുവത്ത്, 1 അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കൽ, 2 സാഹോദര്യം. മനസ്സിലായില്ല? മുസ്ലിമീങ്ങളുടെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാഹരണം തവാദ്, സ്നേഹം, തറാഹുമ, കാരുണ്യം. അതിന്റെ ഉദാഹരണം കമസലിൽ ജസദിൽ വാഹിദി, ഒരു ശരീരം പോലെയാണ്. ഒരു ശരീരത്തിന്റെ ഉദാഹരണമാണ് മൊത്തം മുഅ്മിനീങ്ങളുടെയും ഉദാഹരണം. അതിൽ ഒരംഗത്തിന് കേട് സംഭവിച്ചാൽ ആ രാത്രി മൊത്തം ശരീരഭാഗവും ഉറക്കൊഴിവാക്കും. മൊത്തം ശരീരത്തിനും പനി പിടിക്കുകയും ചെയ്യും. ഭയങ്കര ഉദാഹരണം. ഞാൻ പ്രമരല്ല. മുസ്ലിമീങ്ങളുടെ സ്നേഹം ഏതുപോലെയാണ്? ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിന്റെ ഉദാഹരണം പറയാ, ചെറുവിരലിനൊന്ന് കത്തി പറ്റിയാൽ അന്ന് ശരീരം മൊത്തം ഉറങ്ങൂല. ശരീരത്തിലെ ബാക്കി ഭാഗങ്ങൾ പറയോ പറ്റിയത് നിനക്കാണല്ലോ പറ്റിയത്. നമ്മളും കൂടി ഉറങ്ങാതിരിക്കണം എന്തിനാ? നമ്മളൊന്നും പറയും പോലെ അങ്ങനെ അറിയില്ല. ശരീരത്തിന് ബാക്കി ഭാഗത്തിന് അന്ന് ഉറങ്ങാൻ കഴിയില്ല. ഇവിടെ കത്തിവെച്ചാൽ ഇവിടെ മാത്രമല്ല പനി, നായിട്ട് വരും. ഇവിടെ തൊട്ടപ്പോഴെന്ന് ആള് പറഞ്ഞു നിനക്കെന്താ പനി? അത് പനിക്കാൻ കാരണമുണ്ട്, എന്റെ ഇവിടെ ചെറിയൊരു മുറി ഉണ്ടായതാ. ഹദീസൊക്കെ കാണാതെ പഠിക്കണം. ഹദീസ് കാണാതെ പഠിക്കണം. ഇങ്ങനെ ആയാലേ എന്തുണ്ടാവുള്ളൂ? ഈ മസലുൽ മുഅ്മിന ഇങ്ങനെ ആയാലേ എന്തുണ്ടാവുള്ളൂ? ഈ മസലുൽ മുഅ്മിനീന ഫീ തവാതുഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ് ഇദാ ഇസ്തകാ മിൻഹാ ഉളൂൻ تداعى إليه سائر الجسد بالسهر والحمى إذا اشتكى منها عضو. ഒരു ശരീരത്തിൽ നിന്ന് അതിൽ നിന്ന് ഒരവയവത്തിന് കേടുപറ്റിയാൽ അതിലേക്ക് തന്നെ വലിഞ്ഞുകൂടും സായിറുൽ ജസദി, മറ്റുള്ള ശരീരഭാഗങ്ങളും. ബിസ്സഹരി, ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ടും, വൽഹുമ്മ, പനി പിടിച്ചുകൊണ്ടും. അപ്പൊ എവിടെയെങ്കിലും ചെറിയ മുറി ഉണ്ടായാൽ മറ്റു ശരീരത്തിന് മൊത്തം ഉറക്കവും മറ്റു ശരീരത്തിന് മൊത്തം പനിയോ. കാരണം ആ ശരീരത്തിൽ ആ ഭാഗത്തൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ആ ശരീരത്തിന്റെ വേറെ ഏതോ ഭാഗത്ത് പറ്റിയിട്ടുണ്ട്. ഇതാണ് ആരുടെ ഉദാഹരണം? ലോക മുസ്ലിമീങ്ങളുടെ ഉദാഹരണം ഇങ്ങനെയാണെന്ന് മുത്തു മുഹമ്മദ് നബി. ഇതാണ് ഹിജ്റയുടെ 2ാമത്തെ പാഠം. ഹിജ്റയിൽ 2 പാഠ, 1 ഹജ്ർ, 1 ഉഖുവത്ത്, 1 ഉപേക്ഷിക്കൽ, 2 സഹോദരി. അതിന്റെ 1435ാമത്തെ ആണ്ടാണ് ഈ കൊല്ലം. ഇത് മുസ്ലിം ലോകത്തിന്റെ, അതാണ് മുസ്ലിം ലോകത്തിന്റെ പാഠാണ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പോൾ എന്ത് ചെയ്യാ? 1438ാമത്തെ ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ലേശൊക്കെ നമ്മളെ നഫ്സിനെ കൊണ്ടുവരിക. നമ്മൾ ലേശൊക്കെ
നമ്മൾ മറ്റുള്ള മുസ്ലിമീങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കാം. നമ്മളിൽ ഈ ഒരു ബോധമൊന്നും ഉണ്ടാവുക. നമ്മൾക്ക് ഒപ്പിക്കല്ല വേണ്ടത്, നമ്മൾ കിതാബിന് ഒപ്പിക്കാൻ വേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവാണ്. നമ്മുടെ ചെയ്തികൾ തെറ്റാവാം. നമ്മൾ ശരിയാകണമെന്ന് നമുക്കില്ല, നമ്മളെ ശരിയാക്കണമെന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? അപ്പോൾ എന്താണ് സത്യത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞ ഒരു സ്കെയിലാണ്. മനസ്സിലായില്ല? ഖുർആൻ എന്നാൽ സ്കെയില. ആ സ്കെയിൽ അനുസരിച്ച് നമ്മുടെ തടിയാക്കണം. അല്ലാതെ എന്തല്ല നമ്മക്കനുസരിച്ച് സ്കെയിലിനെ വർക്കല്ല, സ്കെയിലിനനുസരിച്ച് നമ്മൾ ലെവലല്ല. ഖുർആൻ സ്കെയില. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കുട്ടികളെ, ഞാൻ എല്ലാവരും എൻ്റെ കുട്ടികളോട് ഇതൊക്കെ പറയുന്നത്, നമ്മൾ നന്മയിലേക്ക് മടങ്ങണം. നമുക്ക് തെറ്റ് പറ്റിയെന്ന് പറയാൻ ഒരു മടിയുണ്ടാകരുത്. കാരണം ഇവിടെ തെറ്റ് പറ്റിയെന്ന് ആരോട് പറയാം? അവിടെ പറയാൻ പറ്റൂല, അവിടെ കഥ കഴിയും. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു നന്നാക്കി തരട്ടെ. ഇവിടെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, അത് ഞാൻ വിചാരിച്ച് പറഞ്ഞ തെറ്റായിരുന്നു, സാരല്ലോ എന്ന് പറയാ. കാരണം ഇവിടെ പറയാ, അവിടെ പറ്റൂല. നിങ്ങൾ നല്ല ഉഷാർ തന്നെയല്ലേ? ഇവിടെ ഉഷാറിലല്ലേ? ഉഷാർ തന്നെ അല്ലേ? കേട്ടോ ഈ ഹദീസ് കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതി തരാം. യഫ്റഹു അഹദുക്കും ഇൻ കാന ലഹു ഹഖ്ഖുൻ മിൻ അബീഹി. ബാപ്പാടെ കയ്യിൽ നിന്ന് ഹക്ക് കിട്ടാണ്ടെങ്കിൽ ബാപ്പ പോലും അന്ന് വിട്ടുകൊടുക്കൂല. ആർക്ക്? മകനിട്ട് കൊടുക്കുക. പിന്നുണ്ടോ ലോകം മറ്റുള്ളവർ? ബാപ്പാടെ കയ്യിൽ നിന്ന് ഹക്ക് കിട്ടാനുണ്ടെങ്കിൽ മകന് സന്തോഷമാകുന്ന ദിവസമാണത്. ബാപ്പാന്റെ ഹസനത്തിൽ പോകും. ബാപ്പ നിങ്ങൾ കിടക്കണ്ട, ഞാൻ പോവാം. എന്ത് കാണുമ്പോ? നരകത്തിന് മുന്നാണ് കാണുമ്പോ. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസ് അദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യ റസൂൽ പറഞ്ഞു, ഇവിടെ മനുഷ്യന്മാരെ മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കുന്നതിൽ യാതൊരു വിഷമവും വേണ്ട. ഇവിടെ തോറ്റോട്ടെ. ഇവിടെ മനുഷ്യന്മാരെ മുന്നിൽ എനിക്ക് പറ്റിപ്പോയതാണ്, എന്നോട് മാപ്പാക്കണം എന്ന് പറയുന്നതിൽ ഒരു വിഷമവും വേണ്ട. എന്തുകൊണ്ട്? യഫ്റഹു അഹദുക്കും, ഏതൊരാൾക്കും അന്ന് സന്തോഷം വരുന്ന ദിവസം വരുന്നുണ്ട്. ഇൻ കാന ലഹു ഹഖ്ഖുൻ മിൻ അബീഹി, ഹഖ്ഖുൻ മിൻ അബീഹി, ബാപ്പാടെ കയ്യിൽ നിന്ന് ഹക്ക് കിട്ടാനുണ്ടെങ്കിൽ പോലും വിട്ടുകൊടുക്കൂല. അവിടെ തോറ്റാ തോറ്റ്, ഇവിടെ തോറ്റാ ഒരു പ്രശ്നമല്ല. നാലാൾ പറയും 4 ദിവസം, പിന്നെ അവര് മാറ്റും. ഇവിടെ തോറ്റാൽ ഒന്നുമില്ല. ഇവിടെ തോൽക്കണില്ല. അപ്പൊ നമുക്ക് ബേജാറ് എല്ലാവർക്കും. അല്ല ബേജാറില്ല. അപ്പൊ എല്ലാവരും ഇവിടെ നമ്മൾ ഒതുക്കാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണ് കാലം മുതലേ ഇവിടുത്തെ കോജാക്കളാ നമ്മൾ തോൽക്കാൻ പാടില്ല. ഇവിടെ തോറ്റാൽ എന്താ? അവിടെ തോൽക്കാൻ പാടില്ല. ഇവിടെ ആർക്കും തോൽക്കാതെ തോൽക്കേണ്ട നാടാ ഏത്? ഇത് നശ്വരമായ ദുനിയാവാ. ഇവിടെ തോറ്റാലെന്ത്? അവിടെ തോറ്റാല് ബാപ്പ പോലും ബാപ്പാനെ മകൻ വിടൂല. അതെങ്ങനെയെന്ന് അവിടെ ഹിമാമീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ബാപ്പാക്ക് 2 ഭാര്യമാരിൽ മക്കളുണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കൂ. ഒരു മകന് കയറ് കൂടുതൽ കൊടുത്തു, മറ്റേ മകന് കയറ് വേണ്ടത്ര കൊടുത്തില്ല. അപ്പോൾ 2ാമത്തെ ഭാര്യയുടെ കുട്ടിക്ക് ഈർഷ്യത തോന്നും. ഹക്ക് കൊടുക്കേണ്ട ആളാരാ? ബാപ്പയാ. ബാപ്പ ജീവിതകാലത്ത് ചെയ്തില്ല എങ്കിൽ മഹ്ശറേക്ക് ബാപ്പ വരുന്നുണ്ടാൽ മകൻ സന്തോഷാവും. മനസ്സിലായില്ലേ? എന്റെ ഉമ്മ എന്റെ 2ാമത്തെ ഭാര്യയുടെ മകനായതുകൊണ്ട് എനിക്ക് വേണ്ടത്ര ഹക്ക് ബാപ്പ അന്ന് തന്നിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ പറഞ്ഞാൽ ബാപ്പാടെ ഹസനാത്ത് പിടിച്ചു വാങ്ങാം. അന്ന് മകൻ സന്തോഷിച്ചു വരും. ബാപ്പാടെ കയ്യിൽ നിന്ന് ഹക്ക് കിട്ടാനുണ്ടെങ്കിൽ പോലും ആപ്പല്ലേ പോട്ടെ ഇവിടെ പറയും. എവിടെ പറയില്ല? അവിടെ പറയില്ല. പോട്ടെ എന്ന് പറയും. എപ്പോ? സ്വയം പോകാൻ മാത്രം, സ്വർഗത്തിൽ പോകാൻ മാത്രം ആർക്കെന്നെ ഉണ്ടെങ്കിൽ, മകനുണ്ടെങ്കിൽ അത് ഉണ്ടാവുമെന്ന് ഒറ്റക്കെന്ന് ആലോചിക്കും. അല്ല, അല്ലാഹു തൗഫീഖ് തരട്ടെ. തല കൊണ്ട് ചിന്തിക്കണം. ഇവിടെ
ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ആഖിറത്തിൽ അല്ലാഹു വീടുണ്ടാക്കി വെച്ചത് ലാ യുരീദുന ഉലുവൻ, ഇവിടെ വലിയതാകണമെന്ന് ഉദ്ദേശിക്കാത്ത ആളുകൾക്കാണ്. അവർക്ക് എന്ത് ഉദ്ദേശമല്ല, ദുനിയാവിൽ വലിയതാകണമെന്ന് അവർ ഉദ്ദേശം തന്നെ ഇല്ല. അവർക്ക് എന്റെ ഉദ്ദേശമുള്ളൂ, ആഖിറത്തിൽ വലിയതാകണമെന്നേ ഉള്ളൂ. ഇവിടെ വലിയതാകണം ഉദ്ദേശം തന്നെ. എവിടെ സൂറത്തുൽ ഖസസ് എടുത്തു നോക്കാൻ മേപ്പോട്ട് നോക്കിയിരിക്കല്ലോ. ഖസസിന്റെ അവസാന ഭാഗത്തിന്റെ ഖസസ് വേഗെടുത്തു. തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. اللهم اجعلنا من المتقين اللهم اجعلنا من المتقين اللهم اجعلنا من المتقين اللهم اجعلنا من المتقين. കണ്ടില്ലേ ഖസസ് 83 തിൽക ദാറുൽ ആഖിറ, ആഖിറമുള്ള എന്ന വീടുണ്ടല്ലോ, കൊട്ടാരമുണ്ടല്ലോ. നജഅലുഹാ, ആ കൊട്ടാരം ഞാൻ പണിത് വെച്ചിട്ടുള്ളത് ലില്ലദീന, ഒരു വിഭാഗം ആളുകൾക്കാണ്. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ മേലെയായി നടക്കണമെന്ന കൊതിയെ അവർക്ക് ഇല്ല. വലാ ഫസാദ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കണമെന്ന ലക്ഷ്യവും അവർക്ക് ഇല്ല. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ഇത്തരം ആളുകൾക്ക് നല്ല മരണമുണ്ടാകും. എത്ര വലിയ വാക്കാണ് അതൊക്കെ. ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞു തന്നിട്ടും എന്തിനാണ് നമ്മളെ നടപ്പ്? എന്താ നമ്മളെ ഉദ്ദേശം? വേറുള്ളവനല്ല തോൽക്കേണ്ടത്, നമ്മളെ തോൽക്കണം. ഇവിടെ നമ്മൾ തോൽക്കണം. എന്താ ആത്മത്തിലർത്ഥം? സ്വർഗം ഉറപ്പിച്ച് മരിക്കൽ. ഇവിടെ നമ്മൾ വലിയ ആളായിരുന്നു നോക്കൂ. ഇവിടെ നമ്മൾ വ്യാപാരി വ്യവസായിന്റെ സെക്രട്ടറിയാണ്, മറ്റിന്റെ പ്രസിഡന്റാണ്, മറ്റേ സംഘത്തിന്റെ എന്നാലിന്ന കുളാണ്ടറാണ് എന്ന് വെച്ചെങ്കിൽ നമ്മൾ മരിച്ചതിനെ പറ്റിയെന്ന് ഈ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ പറഞ്ഞ് ഒരു നോണയും പറഞ്ഞിട്ട് ഒരു കാസറ്റ് ഇറക്കും കഴിഞ്ഞ് അതിന്റെ അടിയിലൊരു ഉപകാരം ഉണ്ടാവില്ല. നമ്മൾ വ്യാപാരി വ്യവസായിന്റെ സെക്രട്ടറി ആയി പ്രസിഡന്റ് ആയപ്പോ ഒരെല്ലാരും പിറ്റേ ദിവസം ഈ മനുഷ്യന്മാരൊക്കെ രണ്ട് കാര്യം ചെയ്യും. ഒന്ന്, നമ്മൾ അനുശോചിക്കാൻ തന്നാണ്ട് അവരെല്ലാരും വന്നിട്ട് എന്ത് ചെയ്യും, കുറച്ചു നേരം എങ്ങനെ ഇതാ എന്നാലിന്നെ അവറാൻകുട്ടി മരിച്ചതിന്റെ നിര്യാണത്തിൽ നമ്മൾ ഇതാ 2 മിനിറ്റ് പറയും. മനുഷ്യന്മാരെ അനുശോചിക്കുന്നു. ഇവനെ 2 മിനിറ്റ് മുണ്ടാ നിൽക്കും. ഇവൻ മുണ്ടാകുന്നത് നമുക്ക് മാസ്റ്ററിക്ക് എന്ത് കാര്യം അല്ല. അപ്പൊ ഇക്കാലം വരെ ഇതിനൊക്കെ കുളാണ്ടറായി നടന്നിട്ട് എന്ത് കിട്ടി ചിന്തിക്ക്. അപ്പൊ ഇവിടെ വലിയതാണ്. ഇതൊക്കെ ചെയ്യണ്ടേ? വ്യാപാരി വ്യവസായിക്കൊക്കെ ഉപകാരം ചെയ്യാം. ഒക്കെ ചെയ്തോ ഉപകാരം. വലാ ഫസാദ്, എന്നെ കൊണ്ട് നാട്ടിലൊരു ഫസാദ് ഉണ്ടാകും. ഫസാദ് ഓനെക്കൊണ്ടുണ്ടായ ഓനക്ക് നല്ല നിനക്ക് മരിക്കാൻ കൂടില്ല എന്ന് അള്ള പറയാ. റഹ്മത്തുള്ള പറയാല്ല, അള്ള പറയാ. എടുത്തോ, അള്ള പറയാ. അള്ള പറയുന്നത് കേട്ടോ. ബാക്കിയൊക്കെ അള്ളാന്റെ അടിമകൾ തന്നെ. അള്ളാന്റെ അപ്പുറത്തെ കസര ഇരിക്കുന്ന ഒരാൾക്ക് മുന്യാവിലില്ല. അള്ള പറഞ്ഞത് എടുത്തു. തിൽക ദാറുൽ ആഖിറ, ബാക്കിയുള്ളവരൊക്കെ അള്ളാന്റെ അടിമകളാണ്. ഒക്കെ അടിമകളാണ്. അവനാണ് ജല്ലജലാലായ സുബ്ഹാൻ. അവനാണ് ദുൽ അർശ്. അവനാണ് അർശിന്റെ അധിപതി. അവന്റേതാണ് ബിയദിഹിൽ ഹുക്ം. അവന്റെ കയ്യിലാണ് എല്ലാ കാര്യവും. അവനാണ് വിധിക്കുന്നവൻ. അല്ലാഹു അവൻ നല്ല നിലയ്ക്ക് നമുക്ക് വിധിച്ചേരട്ടെ. അവൻ നല്ലത് കൊണ്ട് വിധിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഒന്നുകൂടി തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. തഖീങ്ങൾക്ക് നല്ല രൂപത്തിൽ മരിക്കാൻ കഴിയുള്ളൂ. അല്ലാഹു കൂട്ടത്തിൽ പെടുത്തട്ടെ. അതുകൊണ്ട് കുട്ടികളെ, നമ്മൾ ഈ ക്ലാസ്സിന് മാത്രം വന്നാൽ പോരാ. ഞങ്ങളോട് പറയുന്നത് നമ്മൾ ചേഞ്ച് വരണം. ഓരോ ദിവസവും ചേഞ്ച് വരണം. എന്തിലേക്ക് ചേഞ്ച് ആകണം? നമ്മൾ കഴുകുന്നതനുസരിച്ച് വെളുക്കണമല്ലോ. അല്ലെ പിന്നെ എന്തിനാ കഴുകണം? നമ്മൾ ഖുർആൻ ക്ലാസ് കേൾക്കുന്നത് എന്താണല്ലോ, മനസ്സിലായില്ലേ? അങ്ങനെ ചേഞ്ച് ആകണം, നന്മയിലേക്ക് ചേഞ്ച് ആകണം. മൂപ്പര് കഴിഞ്ഞ കൊല്ലം പറഞ്ഞ മാതിരിയല്ലല്ലോ കൊല്ലം പറഞ്ഞു തന്നാൽ അതിന്റെ അനുസരിച്ച് അത്രയും വീണ്ടും വീണ്ടും എന്ത് ചെയ്ത് ഒരസി. അപ്പൊ ഒന്നും കൂടി എന്ത് ചെയ്യണം? വെളുക്കണം. വെളുപ്പിലേക്ക് ചേഞ്ച് ആകണം, കറുപ്പിലേക്ക് എന്താ. അങ്ങനെയാണ്. ഞാനൊരു നിലക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നുമില്ല. അതും വേണമല്ലോ നമ്മളോട് പറയാം. ഞാന് ഏത് ഒച്ചടലിനും ഏത് ദൈവത്തിനും മുന്നിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷെ റബ്ബിൽ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇതൊന്നും ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഉപകരിക്കൂല എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് ദുനിയാവാകെ നഷ്ടപ്പെട്ടാലും കുറഞ്ഞ കാലം നഷ്ടമുള്ള എന്റെ വിചാരിക്കും ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളോട് പറഞ്ഞില്ലേ കുട്ടികളെ, നമ്മൾക്ക് ഏത് കളിയും കളിക്കാം. അള്ളാഹ് പറഞ്ഞ പോലത്തിനും കളിക്കാം, അള്ളാഹ് പറഞ്ഞ പോലത്തിനും കളിക്കാം. ഇന്നാലിന്ന യോഗം കൂടി തീരുമാനിച്ചാൽ അതിനും കളിക്കാം. മനസ്സിലായില്ല? നമ്മൾ യോഗം കൂടി തീരുമാനിക്കുമ്പോഴും നമുക്ക് കളിക്കാം.
ഇതിലുള്ളത് പോലെയും കളിക്കാം. ഇതിലുള്ളത് പോലെ കളിച്ചാൽ നമുക്ക് ഉറപ്പാ. മറ്റേ നമുക്ക് ഉറപ്പിടുന്നില്ല, തിരിഞ്ഞിട്ടില്ല. നമ്മള് മനസ്സിലായില്ല. മറ്റേ കോലത്തിൽ യോഗം കൂടി അള്ളാഹു അക്ബർ എന്ന് പാസ്സാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കളിച്ചാൽ നരകത്ത് പോകുന്നല്ല പറഞ്ഞത്. അതിനനുസരിച്ച് പോയാല് ഭൂമിന്റെ അടിയിൽ മുട്ടുകൊള്ളൂല എന്നുള്ളത് എന്തില്ല, ഉറപ്പില്ല. ഇത് പിന്നെ എന്തുണ്ട്, ഉറപ്പുണ്ട്. അപ്പൊ എന്നാ പിന്നെ ഇതിനനുസരിച്ച് കളിച്ചപ്പോ ഇതാണ് ഭരണഘടന. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ദേഷ്യം തോന്നി. ഇപ്പൊ അല്ലെങ്കിൽ മുമ്പ് ഞാൻ സലാലയിൽ പോയപ്പോ, ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്ഥാപനത്തിന് വേണ്ടി സലാലയിൽ പോയപ്പോ അവിടെ ഒരു രായൻകുട്ടി കാക്കാന്റെ കഥ പറഞ്ഞു. സലാലക്കാര് രായൻകുട്ടിയാക്കായിരുന്നു അവിടെ പിരിവ് നടത്തിയിരുന്നത്. സലാലിൽ ആദ്യം തന്നെ രായൻകുട്ടിയാക്ക പിരിവ് നടത്തി. അപ്പൊ രായൻകുട്ടിയാക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എത്ര എന്ത് മൂപ്പരന്നെയാണ് എന്തിനും പിരിക്കാൻ ഇറങ്ങുക. കിഡ്നി പോയവർക്ക് വന്നാലും നാട്ടിൽ നിന്ന് കത്താന്നാലും മൂപ്പര് പിരിക്കും. പിറ്റേന്ന് പെണ്ണ് കുട്ടികളെ കെട്ടിക്കാനാവും, അതിന് വേറെ സംഘടനക്കാവും, പിറ്റേന്ന് പള്ളിക്കാവും. മതം എന്നും ഉണ്ടാവും ഒരു പിരിവിന്റെ കുറ്റിയും ഒരാളും ആരെ കൂടെ. രാവിലെ അങ്ങനെ പോകാം. അപ്പൊ ഇന്നലെ പോയാളടുത്ത് പിറ്റേന്നും പോകും. ചെന്നാൽ ആദ്യം രാകുട്ടിയാൾക്ക് അസ്സലാമലൈക്കും നടന്നുമ്പോ തന്നെ പറയാ, ഞാൻ ഇന്നും വന്ന് നിനക്കൊന്നും തോന്നരുത്. മനുഷ്യരെ നമ്മൾ കാണുന്ന നേരത്തെ ഈ ആദ്യം എന്നോട് പറയാ, നിങ്ങൾക്ക് ഒന്നും കൂടി വന്നൂടെ എന്ന് രാകുട്ടിയാക്കാന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ദേഷ്യം തോന്നിയേക്കാം. അവിടെ എത്തുമ്പോ പറയും, ഉസ്താദേ നിങ്ങൾ ആ പറഞ്ഞത് തന്നെയായിരുന്നു നേര്. കാരണം നമ്മൾ പറഞ്ഞതല്ല, ദാരി പറഞ്ഞാണ്. അല്ല പറഞ്ഞനുസരിച്ച് നിങ്ങൾ പേടിക്കണ്ട. മറ്റതെന്തോ ആകട്ടെ, ആരും നമ്മൾ കുറ്റം പറയും വേണ്ട. നമ്മൾ ആർക്കനുസരിച്ച് നീങ്ങണം. അതേ കുട്ടികളെ അർത്ഥമുള്ളൂ. മറ്റതൊക്കെ ദുനിയാവിന്റെ പളപളപ്പാണ്, ഇതിനൊന്നും നിലനിൽപ്പില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മനുഷ്യന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആശുറാഇനെ എല്ലാവരും ബഹുമാനിക്കണം. ആശുറാഇന്റെ മഹത്വം എന്താ? യൗമല്ലാഹു ഖലഖസ് സമാവാത്, അന്നാണ് അള്ളാഹു തആല ആകാശം പടച്ചത്. ഇപ്പൊ അള്ളാഹു ഖലഖസ് സമാവാത് യൗമ ആശുറാ, ആശുറാഇനാണ് അള്ളാഹു തആല ആകാശം പടക്കാൻ തുടങ്ങിയത്. ഭൂമിയുടെ സൃഷ്ടിപ്പ് തുടങ്ങിയത് ആശുറായിലാണ്. ആശുറാ ദിവസം എന്ന് പറഞ്ഞാൽ അഫ്ളലുൽ അയ്യാമി ഫൗഖൽ അർളി ബിൽ ഉമമി സാലിഫാ ഖബല റസൂലില്ല. റസൂലുള്ളാഹിക്ക് മുമ്പുള്ള ജനതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആശുറാ ആണ്. വസൗമുഹു വാജിബുൻ അലൈഹിം, വസൗമുഹു വാജിബുൻ അലൈഹിം. ആ ദിവസത്തെ നോമ്പ് നമുക്ക് സുന്നത്തായിരുന്നു, മുൻഗാമികൾക്ക് നിർബന്ധം. ചിന്തിക്കി അതേതാ ദിവസം? അന്നാണ് അല്ലാഹു തആല ആകാശം പടക്കാൻ തുടങ്ങിയത്. അന്നാണ് അല്ലാഹു ഭൂമിയെ പടക്കാൻ തുടങ്ങിയത്. വഖലഖല്ലാഹു ഫീ ശംസ, സൂര്യനെ പടച്ചതും ആശുറായിലാണ്. വഖലഖല്ലാഹുൽ ഖമറ, ചന്ദ്രനെ പടച്ചതും ആശുറായിലാണ്. വഖലഖല്ലാഹു ആദമ, ആദമിനെ പടച്ചതും ആശുറായിലാണ്. വഖലഖല്ലാഹു ഹവ്വാ, ഹവ്വാനെ പടച്ചതും ആശുറായിലാണ്. ബാപ്പായും ഉമ്മായും നിക്കാഹ് കഴിപ്പിച്ച് കൂട്ടിയതും ആശുറായിലാണ്. ബാപ്പയും ഉമ്മയും സ്വർഗത്തിലാക്കിയത് ആശുറായിലാണ്. ബാപ്പയും ഉമ്മയും ഭൂമിയിലിറക്കിയതും ആശുറായിലാണ്. എല്ലാം എത്ര സംഭവം. എന്നുള്ള ആയത്തോടെ അങ്ങനെ നടന്നപ്പോൾ ഒരു ആശുറായിന്റെ രാവിലെ ജിബ്രീൽ വഹയും കൊണ്ടുവന്നു. തഅബല്ലാഹു അലൈക യാ ആദമേ, നിങ്ങളെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. സുബ്ഹത ആശുറാ, ആശുറായിന്റെ രാവിലെയാണ് അല്ലാഹു ആദമെ ഇവിടെ തൗബ സ്വീകരിച്ചത്. എന്താ കേൾക്കുന്നത്? എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരമിട്ടതും പ്രഭാതത്തിലാണ്. അയ്യൂബിന്റെ രോഗം മാറ്റിയതും ആശുറായിലാണ്. വലിയ രോഗിയായിരുന്നു അയ്യൂബ്, വൃദ്ധനായിട്ടില്ല, പക്ഷെ നടക്കാൻ വയ്യ, ഭയങ്കര രോഗ. ആകെ ഒരു തവണ വീട്ടിൽ നിന്ന് പുറത്തു പോവുള്ളൂ. അത് രാവിലെ വടി കുത്തും, ഇങ്ങനെ വടി കുത്തും. പ്രഭാതം വെളുക്കുന്നതിന് മുമ്പ് വിളിക്കണം, കക്കൂസ് പോണല്ലോ, ഇങ്ങനെ വടി കുത്തും. ഭാര്യ ഇങ്ങനെ ചുറ്റിപ്പിടിക്കും, ഇങ്ങനെ താങ്ങിക്കൊണ്ടുപോകും.
അങ്ങനെ കൊണ്ടുപോയിട്ട് ദൂരെ വെക്കും. വീടുകളിലൊന്നും അക്കാലത്ത് കക്കൂസുകളൊന്നും ഇല്ലല്ലോ, അങ്ങനെ വെക്കും. മരുഭൂമിയിൽ പോയിട്ട് പിന്നെ അവനെ കർമ്മങ്ങൾ ചെയ്യും. എന്നതിന് ശേഷം ശുദ്ധീകരിച്ചിട്ടതിന് ശേഷം പെണ്ണിനെ വിളിക്കും. ഒച്ചിട്ട് പെണ്ണ് ദൂരൊക്കെ മാറി നിൽക്കും. പെണ്ണിനെ വിളിക്കും. അപ്പോൾ വീണ്ടും പെണ്ണ് വന്നിട്ട് പോയിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ച് വീട്ടിലാക്കും. ഇതായിരുന്നു പതിവ്. ഒരു ദിവസം എന്തേലും സുബഹിയോടടുക്കുന്ന നേരം, ഒരു കൊല്ലത്തെ ആശുറാന്റെ സുബഹിയോടടുക്കുന്ന നേരം ദൂരെ കൊണ്ടുപോയി വെളി സ്ഥലത്ത് ഇരുട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇരുത്തി. കർമ്മം കഴിഞ്ഞാൽ വേഗം വിളിക്കേണ്ടതാ. വെളുത്ത് തുടങ്ങി. എന്നിട്ട് എന്തായില്ല, പോകാൻ പേടിയും. കാരണം അവര് അവിടെ ഇരിക്കുന്ന സമയത്ത് അടുത്തേക്ക് ചെന്നാൽ ചെല്ലാം അവർക്കതിന് ഇഷ്ടക്കെടാവെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പേടി. കക്കൂസിലെത്തി പോകാനല്ലേ, കർമ്മം കഴിയാതെ പോകാൻ ഒരു പേടിയും. വിളിച്ചിട്ടുമില്ല. കുറെ നേരം ആ പെണ്ണങ്ങനെ ഒറ്റക്ക് നിന്നു. അവസാനം ആ പെണ്ണ് ഒരു മനുഷ്യൻ നടന്നു വരുന്ന ശബ്ദം പോലെ തോന്നി. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂരെ ഒരു ചെറുപ്പക്കാരൻ ദൃഢമായ കാൽവെപ്പുകളോടെ അങ്ങനെ ഊക്കിൽ വരുന്നുണ്ട്. അപ്പൊ കണ്ടപ്പോ വിചാരിച്ച് അപ്പൊ അയാളോട് അന്വേഷിക്കാം. അപ്പൊ അയാളെ മുഖത്തേക്കൊന്ന് നോക്കാതെ എങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് അയാൾ അടുത്തെത്തിയപ്പോൾ ചോദിച്ചു, ഞാൻ എന്റെ ബുറാസിന് വേണ്ടി ഞാൻ എന്റെ ഭർത്താവിനെ അവിടെ നിർത്തി പോന്നതാ. എന്റെ ഭർത്താവിനെ അവിടെ എവിടെയെങ്കിലും കണ്ടോ? അപ്പോഴാ പറഞ്ഞു, നടന്നു വരുന്ന പറഞ്ഞു. ആള് പറഞ്ഞു, അജബൻ മിൻ കലാമി, നിന്റെ ഭർത്താവിന് അത്ഭുതം ഉണ്ടല്ലോ. നിന്റെ ഭർത്താവിനെ ഞാൻ കണ്ടോന്ന് ചോദിക്കണമെങ്കിൽ കൈഫായിരുന്നു സൗജക്ക, നിന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ അറിയും? ഞാൻ പലരെയും കാണാറുണ്ട്. ഇവിടെ നിന്റെ ഭർത്താവിനെയാണോ കണ്ടതെന്ന് ഞാൻ എങ്ങനെ അറിയും? സിഫീലി നിന്റെ ഭർത്താവിന്റെ സിഫത്തൊന്ന് പറഞ്ഞോണ്ടാ. ശബ്ദം കേട്ടപ്പോ ഈ പെണ്ണിന് തോന്നി നല്ല അറിയുന്ന ശബ്ദം തന്നെയാണല്ലോ. അങ്ങനെ ആ പെണ്ണ് ഒന്ന് മുഖത്തേക്ക് നോക്കി. മുഖത്തേക്ക് നോക്കിയപ്പോ പെണ്ണ് പറഞ്ഞു, ഷബീഹും ബികാന സ്വഹീഹൻ, ഇയാൾക്ക് ആരോഗ്യം കിട്ടിയാൽ എന്നെ പോലെ ഉണ്ടാവും. ഫഖാല അന, ഞാൻ തന്നെ. ഷഫാനി റബ്ബി സുബ്ഹിഹത ആശുറാഇന്റെ രാവിലെ അല്ലാഹു എനിക്ക് ശിഫ നൽകിയതാണ്. സലാലയിൽ നിന്ന് മിർബാത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം 60 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു കുന്നുണ്ട്. ആ കുന്നിൽ 2 തടാകമുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് അയ്യൂബിന്റെ ഖബറുണ്ട്. അത് ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹിന്റെ സഹായത്താൽ ഈ 2 തടാകം ആ രാവിലെ അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തതാണ്. 2 തടാകം ഇപ്പോഴും ജനങ്ങൾ ഷിഫാക്ക് കൊണ്ട് വെള്ളം മുക്കിക്കൊണ്ടുപോകും. അതിൽ ഒന്നിൽ നിന്ന് കുടിക്കാനും ഒന്നിൽ നിന്ന് കുളിക്കാനും പറഞ്ഞു. അത് 2 ആയപ്പോൾ സെക്കൻഡോട് നോക്കണമല്ലോ. യൂനുസ് നബിയെ ടെൽ അവീവ് കടപ്പുറത്ത്, ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവ് കടപ്പുറത്ത് മത്സ്യം വയറ്റിൽ നിന്ന് തുപ്പിയത് പ്രഭാതത്തിൽ. ടെൽ അവീവ് കടപ്പുറത്ത് കടലിങ്ങനെ അടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കടലിങ്ങനെ അടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് അത്ര കടലിനോട് അടുത്ത ഒരു സ്ഥലമാണ്. ഇസ്രായേൽ സർക്കാർ അത് സംരക്ഷിച്ചിട്ടുണ്ട്. അല്ല, കെട്ടുകെട്ടിയിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് യൂനുസ്. ആ സ്ഥലത്താണ് മത്സ്യം തുപ്പിയത്. മനസ്സിലായില്ല. പിന്നീട് മുസ്ലിം ഭരണകാലത്ത് അവിടെ പള്ളി ഉണ്ടാക്കി. ഇപ്പോൾ അത് ഇസ്രായേലിന്റെ കീഴില്ല, പക്ഷെ അവർ പള്ളി സംരക്ഷിക്കുന്നുണ്ട്. സാധാരണ സമയങ്ങളിൽ തുറന്നു തരില്ല, എന്നാലും പള്ളി അവർ സംരക്ഷിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിന്റെ പുറത്ത് ആ ചരിത്രം എഴുതിച്ചിട്ടുണ്ട് സയ്യിദുനാ യൂനുസിന്റെ. മെഡിറ്ററേനിയൻ സമുദ്രം അടിക്കണ സ്ഥലം. അത് ചുമരിന് പള്ളിയുടെ വളരെ തൊട്ട് സമുദ്രം ഇങ്ങനെ നല്ല ആഴമുള്ള ഏരിയ, ആഴമുള്ള കപ്പലടുക്കുന്ന കടലാണ്. അവിടെ കെട്ടിപ്പൊക്കി സംരക്ഷിച്ചിട്ടുണ്ട് മസ്ജിദ് യൂനുസ്. അവിടെയാണ് സയ്യിദുനാ യൂനുസിനെ മത്സ്യം വയറ്റിൽ നിന്ന് തുപ്പിയത്. സുബ്ഹിഅത്ത് ആശുറാഇന്റെ പ്രഭാതത്തിലാണ്. فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ദേഷ്യപ്പെട്ട ഈ ആയത്ത്. മീനിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയവൻ, ഈ ദഹബ ദേഷ്യപ്പെട്ടു പോയതല്ലേ, മുഗാളിബൻ ദേഷ്യപ്പെട്ടു പോയതല്ലേ, എന്റെ സമ്മതമില്ലാതെ. അവൻ വിചാരിച്ചത് അല്ല യഖ്ദിറ അലൈഹി, അവന്റെ മേൽ എനിക്കൊരു കഴിവും ഉണ്ടാവൂലാണ്. പിന്നെ പനാദാപ്പിൽ ഒരുമാറ്റി, പിന്നെ ഇരുട്ടുകളിൽ വിളിച്ച് എന്നെ തേടേണ്ടി വന്നില്ലേ. എന്ത് വിളിച്ചു തേടേണ്ടി വന്നു? ലാ ഇലാഹ. എന്താ സംഭവം? യൂനുസ് നബി ഒരു നാട്ടിലേക്ക് ദീനി ദഅവത്തിന് പറഞ്ഞയച്ചു അല്ലാഹു. ആ നാട്ടുകാർ നന്നായില്ല. അപ്പോൾ യൂനുസ് നബിക്ക് ദേഷ്യം വന്നു. അപ്പോൾ എന്ത് ചെയ്ത്? അള്ളാഹിനോട് സമ്മതം പോലും ചോദിക്കാതെ ആ നാട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു സയ്യിദുനാ യൂനുസ്.
പറഞ്ഞേച്ചാളോട് സംഭവം ചോദിക്കാതെ ഇറങ്ങിപ്പോകാൻ പാടില്ല. ഇറങ്ങിപ്പോയിട്ട് കടപ്പുറത്ത് പോയപ്പോ കപ്പൽ വരുന്നുണ്ട്. കപ്പൽ കയറി. കപ്പൽ നടുക്കടലെത്തിയപ്പോൾ ആടാനും ഉലയാനും തുടങ്ങി. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, ഈ ഭാഗത്ത് കാറ്റും കോളും ഉണ്ടാവില്ല, നമ്മൾ അനവധി കാലമായി സർവീസ് നടത്തുന്ന കടല, ഇവിടെ എങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഷെയ്ഖുൻ, ഒരു വയസ്സനുണ്ടായിരുന്നു കപ്പൽ. അയാൾ പറഞ്ഞു, യജമാനന്റെ സമ്മതമില്ലാത്ത ഒരു ഓടിപ്പോന്ന അടിമ ഈ കപ്പലിലുണ്ടാവും, അതാണ് നമുക്ക് ഈ ദുഷഗുണം. അപ്പോൾ യൂനുസ് പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ യജമാന്റെ സമ്മതമില്ലാതെ ഓടിപ്പോന്ന അടിമുണ്ട്, ഞാൻ തന്നെയാണ്. അത്ര വയസ്സും പറഞ്ഞു, ഇയാൾ കടലിലേക്ക് ചാടിക്കളാം, ഞങ്ങളും കൂടെ മരിക്കണ്ട. ആയിക്കോട്ടെ, അള്ളാഹു വഴി അറിയിച്ചു, കടൽ ചാടിക്കളാം. കടലിലേക്ക് ചാടി. കടലിൽ ചാടിയത് ദുൽഹജ്ജ് 1-നാണ്. 40 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കടലിൽ നിന്ന് കയറിയത് 40 ദിവസം. ഈ ദിക്റും അങ്ങനെയാണ്. ഈ ദിക്റിൽ ഇജാബത്തിന്റെ അദദ് 40. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ 40 തവണ പൂർത്തിയാക്കിയാൽ ഇജാബത്തിന്റെ അദദായി. പിന്നെ ഒരു 3 വട്ടമെങ്കിലും സ്വലാത്തിൽ ഇരുന്ന് ദ്വാർന്നാ മതി. ജമാഅത്താണെങ്കിൽ 40 തീർക്കുക, ഓരോരുത്തർ എഴുതിക്കൊള്ളുന്നില്ല. ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്കവൻ ചെല്ല, 4 ആൾ ഇരുന്ന് ഇറങ്ങി പോകത്തില്ലേ മതി. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? മീനിൽ കുടുങ്ങിപ്പോയവൻ, അവൻ പോയ സന്ദർഭം ഓർമ്മയില്ലേ? മുഹാദിബൻ ദേഷ്യം പിടിച്ചിട്ട് അവൻ വിചാരിച്ചത് അല്ല യഖ്ദിർ അലൈഹി, അവന്റെ മേൽ എനിക്കൊരു കഴിവുണ്ടാവില്ല എന്നാണ്. പിന്നെ ഇരുട്ടുകളിൽ വിളിച്ചു പറയേണ്ടി വന്നു. എന്ത് വിളിച്ചു പറയേണ്ടി വന്നു? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. രക്ഷപ്പെടുത്തി. പിന്നെ ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചു ചെന്നപ്പോൾ ആ നാട് മൊത്തം മുസ്ലിമായിട്ട്. മനസ്സിലായില്ല? ഒരു നബിയും ഇല്ല. ആ ചെല്ലുമ്പോ ഇത്ര മതി, ലാ ഇലാഹ ഇല്ലാ. ഇത് വേണ്ട, ആയത്തോടെ ഇന്നോട്ടുള്ളൂ. ചെല്ലുമ്പോ എന്ത് മതി? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. അത്ര മതി. ആ നാട്ടിലേക്ക് പിന്നെ യൂനുസ് നബി തിരിച്ചു ചെന്നപ്പോ അവസ്ഥ എന്താണെന്നറിയോ? അവര് സ്വീകരിക്കാൻ കാത്തു നിൽക്കാം. ഒരു നബിയും ഇല്ലാതെ ആ നാട് ഒറ്റ നന്നായി. അള്ളാഹ് അത്ര പണിയുള്ളൂ. പിന്നെ എന്തിനാ യൂനുസിനെ പറഞ്ഞു? യൂനുസിനെ ഊലിട്ടാൻ വേണ്ടിട്ടാ. തിരിഞ്ഞിട്ടില്ല. ഭയങ്കര വർത്താനല്ല ഈ പറഞ്ഞത്. യൂനുസ് നബി കഷ്ടപ്പെട്ടിട്ട് ആ നാടൊന്നും നന്നായില്ല, അങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്നു. പിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തി കുറെ കാലം. പിന്നെ യൂനുസെ നന്ദി ആ നാടനെ ഒന്നും തിരിച്ചു പോയി നോക്ക്. ചെന്നോക്കും ആ നാട്ടുകാർ വീണും നന്നായിരുന്നു, ഒക്കെ നന്നായിരുന്നു. എന്തേ? അല്ല യഖ്ദിറാല, എനിക്കിത് മലൊന്നും ഒരു കഴിവില്ല എന്നാവും വിചാരിച്ചത്. എനിക്ക് കഴിവുണ്ടെന്നാണ് കാണിച്ചു കൊടുത്ത്. എനിക്ക് ജനങ്ങളെ മുസ്ലിമാക്കാൻ ഒരു നബിയുടെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ എന്റെ നബിയെ പറഞ്ഞ നബിക്ക് വല്ലതും കിട്ടിക്കോട്ടെ, കൂലി നബിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. അല്ലാതെ ഇവരന്നാക്കാൻ എനിക്ക് നബിയുടെ ആവശ്യമൊന്നും ഇല്ല. അത് അന്ന് ചെല്ലിയ ദിക്റാണ് എന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു. അതും പുറത്തേറിയ മുഹറമത്താണ് എല്ലാം. അപ്പൊ ഞാൻ നോക്കൂ, നിങ്ങൾ ഇബ്രാഹിമിന്റെ ജന്മദിനവും മുഹറം 10-നാണ്. മൗലിദ് ഇബ്രാഹിം. ഈസാ നബിയുടെ ജന്മദിനം മുഹറം 10-നാണ്. നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇബ്രാഹിമിനെ രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. 1-ാം ആകാശത്തേക്ക് ഈസാ നബിയെ ഉയർത്തിയത് മുഹറം 10-നാണ്. പറഞ്ഞ എല്ലാം സമുന്നതമായ സ്ഥാനത്തേക്ക് ഇദ്രീസിനെ അല്ലാഹു ഉയർത്തിയത് മുഹറം 10-നാണ്. ലോക ചക്രവർത്തിയായ സുലൈമാൻ അലൈഹിസ്സലാം അധികാരം ഏറ്റെടുത്തത് മുഹറം 10-നാണ്. ലോക ചരിത്രത്തിലെ ഏകദേശ സംഭവങ്ങളെല്ലാം ഈ ദിവസത്തെ പറ്റി പറയുക ലോകത്തിലെ അത്ഭുതകരമായ സംഭവങ്ങളുടെ സംഗമ ദിവസം. എന്താ പറയാ? ലോകത്തെ അത്ഭുതകരമായ സംഭവങ്ങളുടെ സംഗമ ദിവസം. എല്ലാം മുഹറം 10. അത്രയും കുറച്ചൊന്നല്ല. മെഡിറ്ററേനിയൻ സമുദ്ര തീരത്തുള്ള പൊട്ടക്കിടത്തിൽ നിന്ന് യൂസുഫിനെ യാത്രക്കാർ പുറത്തെടുത്തതും യാക്കൂബിന്റെ കാഴ്ച തിരിച്ചു മുഹറം 10-നാണ്. എല്ലാം
ഫിർഔനിൽ നിന്ന് മൂസാ നബിയെയും ജനതയെയും അല്ലാഹു രക്ഷപ്പെടുത്തിയതും എല്ലാം 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 പറഞ്ഞാലത് തീരൂല്ല. ലോക ചരിത്രത്തിൽ കിടന്ന സംഭവങ്ങളെല്ലാം മുഹറം 10. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. മുഹറം 10 ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിച്ചാൽ ആ കൊല്ലം മുഴുവനും അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. മുഹറം 10 സന്തോഷിപ്പിക്കും. ആരും കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് സന്തോഷിപ്പിക്കും. നാട്ടിലെത്തിയ മക്കൾ മിസ്കിമാർ അവരെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞാൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധനം അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാവും. മനസ്സിലായില്ല? ഒരു ആടിനടുത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതന്നെ. ഇത് ലോട്ടറിയാ, സർക്കാരിന്റെ ലോട്ടറി അല്ല. സർക്കാരിന്റെ ലോട്ടറിയിൽ കിട്ടുന്ന ഉറപ്പില്ല. ഇതെന്താണ്? കിട്ടുന്ന ഉറപ്പാ. ഈ ദിവസം ഈ ഹദീസ് മുസ്ലിമിലുണ്ട് ഹദീസ്. എന്ത്? മൻ വസ്സഅല ഇയാലിഹി യൗമ ആശുറ. ആശുറ ദിവസത്തിൽ ഒരാൾ തന്റെ ഇയാലിനെ സന്തോഷിപ്പിച്ചാൽ, ഇയാൽ അവനിൽ നിന്ന് കിട്ടേണ്ട ആളുകളെല്ലാം അതാരൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നാൽ വസ്സഅല്ലാഹു ലഹു ഫീ സാഇരി സനതിഹി, ആ കൊല്ലം മുഴുവനും അല്ലാഹു അവനെ ഇഷ്ടമുള്ളത് കൊടുത്തിട്ട് അവനെ സന്തോഷിപ്പിക്കും. നമുക്ക് ചെലവ് ഒരു ദിവസം, അല്ലാഹു തആല തരാ മൊത്തം ഒരു കൊല്ലം. അവനെ ലോട്ടറി തന്നെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സർക്കാരിന്റെ ലോട്ടറി അല്ല. ഇത് കിട്ടുന്ന ഉറപ്പില്ല, ഇത് കിട്ടുന്ന ഉറപ്പുണ്ട്. മൻ വസ്സഅല ഇയാലിഹി, ഇയാൽ എന്ന് പറഞ്ഞാൽ ഭാര്യ, മക്കൾ, വൽ അഖാരിബു അടുത്ത കുടുംബക്കാർ, വൽ അശീറത്തു ബന്ധുക്കൾ, വൽ ഐതാമു നാട്ടിലുള്ള യതീമക്കൾ, വൽ മസാകീനു മിസ്കീന്മാർ. മനസ്സിലായില്ല? ഈ ഹദീസിൽ ഉൾപ്പെടുന്നതാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അൽ ഹാഫിദുൽ മുൻദിരി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ശറഹാണ് ഞാൻ ഈ ഓതിയത്. വയദ്ഖുലു ഫിൽ ഇയാലി അൽ അഹ്ലു ഭാര്യ, മക്കൾ, വൽ അഖാരിബു കുടുംബക്കാർ, വൽ അശീറത്തു ബന്ധുക്കൾ, പിന്നെ വൽ ഐതാമു യതീമക്കൾ, വൽ മസാകീനു മിസ്കീന്മാർ. ബിഹസബി ഖുദ്റതിഹി വ ത്വാഖതിഹി അവന്റെ കഴിവനുസരിച്ച് ചെയ്താൽ മതി. എല്ലാത്തിനും കഴിവുള്ള നല്ല നിഅമത്തുള്ള ആളാണെങ്കിൽ ഇവർക്കൊക്കെ നാട്ടിലെല്ലാവർക്കും നല്ലത് കൊടുക്കുക. അവര് സന്തോഷിക്കുന്നത് കൊടുക്കുക. അതിന് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുക? അവന്റെ കുടുംബത്തിനെ തെരഞ്ഞെടുക്കുക. അവന്റെ കുടുംബത്തിനെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ട് ഇറങ്ങി ബന്ധുക്കളെയും കൂട്ടുക, ഇല്ല കുടുംബത്തിനാവുക. അല്ലെങ്കിൽ പിന്നെ ആരും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരെങ്കിലും സന്തോഷിപ്പിക്കണം. ഭാര്യ, മക്കളെ. ആരെയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരെ സന്തോഷിപ്പിക്കണം? ഭാര്യ, മക്കൾക്കെങ്കിലും അവർക്ക് സാധാരണ കിട്ടാത്തൊരു ഭക്ഷണം കൊടുക്കണം. റസൂൽ പറഞ്ഞു, സാധാരണ കിട്ടാത്തൊരു സംഗതി അവർക്ക് ചെയ്തു കൊടുക്കുക. വേറെ ഒന്നിനും ചെയ്തിട്ടുണ്ട്. ഒന്നിനെ കൊടുത്താൽ അൽഹംദുലില്ലാ, അല്ലാഹു തആല മുഹറം 10 കൂടി കൊടുക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മുഹറം 1 കൊടുത്ത് നിങ്ങൾക്ക് നല്ല കൂലിട്ടു. പക്ഷെ മുഹറം 10 ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് യൗമ ആശൂറ ആണ് റസൂൽ പറഞ്ഞത്. ഈ ഹദീസാണ് മുസ്ലിം രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് ചെയ്ത ഒരാളാണ് വീരാമുട്ടിയാജി. നിങ്ങൾ 10 ലക്ഷം നാണ് ചെയ്താൽ അല്ലാഹു തആല എല്ലാ നിഅമത്തും തരട്ടെ. എല്ലാവരും ഒന്നും ചെയ്യുക. അവനാണ് ബിഹസബി ഖദ്രിഹി അവന്റെ ഖദറനുസരിച്ച്. നിങ്ങളെ ഖദർ നിങ്ങൾക്കറിയാം, എനിക്ക് എന്താ. ആർക്കും കഴിയില്ലെങ്കിൽ ആരെ സന്തോഷിപ്പിക്കുക? ഭാര്യ, മക്കളെ. അങ്ങനെയുണ്ടല്ലോ ഗ്രൂപ്പ്. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് നബിയുടെ അരികിലേക്ക് വന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, ഷഹ്റൈനി മുത്തതാബിഈനി 2 മാസം നോമ്പ് എടുക്കണം. അപ്പൊ പറഞ്ഞു, നബിയെ 1 മാസം തന്നെ ഒപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ അത് ചെയ്തത്, അതുകൊണ്ട് നടക്കില്ല. ഒരു തെറ്റ് ചെയ്ത് വന്ന ഒരാൾ നബിയോട് പറഞ്ഞപ്പോ നബി പറഞ്ഞു, ഇതിന് പ്രായശ്ചിത്തമാകണമെങ്കിൽ എന്ത് വേണം? 2 മാസം നോമ്പ് എടുക്കണം. അത് ഇന്നെ കൂടെ കഴിയില്ല നബിയാണ്. അപ്പോൾ പറഞ്ഞ തഹ്രീർ അഖബ, ഈ ഒരു അടിമയെ മോചിപ്പിക്കാം. അത് തീരെയും കഴിയില്ല. അപ്പോൾ പറഞ്ഞ ഇത്രാമ 60 മിസ്കീനൻ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, എന്നാ തെറ്റിന് രക്ഷപ്പെടുന്ന. അപ്പൊ പറഞ്ഞു, അതൊന്നും എന്നെ കൊണ്ട് നടക്കൂല നബിയാണ്, എന്നാ ഇവിടെ ഇരിക്കുക. ഇയാൾ അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു കൊട്ട നിറയെ കാരക്കയും കൊണ്ടുവന്നു. ഹദിയാക്കി റസൂലുള്ളാഹിക്ക് കൊടുത്ത ഹദിയ. ആ കൊട്ട അങ്ങനത്തെ റസൂലുള്ളാഹി ഇയാളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തസദ്ദഖ ബിഹാ കഫാറത, പ്രായശ്ചിത്തമായിട്ട് നീ ഈ കാരക്കയിലെ ഈ കൊട്ടയിലെ കാരക്കെങ്കിലും ജനങ്ങൾക്ക് കൊടുത്തിട്ട് ആ തെറ്റെന്ന് രക്ഷപ്പെടുക. കൊട്ട വേഗം അയാളൊന്ന് വാങ്ങി. ഫഖാമ, എന്നിട്ട് എണീറ്റു. എന്നിട്ട് അയാൾ പറഞ്ഞു, അല്ല അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, ഞാൻ ദാനം ചെയ്യേണ്ടത് എന്നെക്കാളും ഫക്കീറന്മാർക്കല്ലയോ എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാബൈന ഹാത്തൈനി ലാഭത്തേനി അഫ്ഖറ മിന്നി, ഈ 2 മല്ലിടയിലും എന്നെക്കാളും വലിയ ദരിദ്രൻ ഇല്ല നബിയാണ്. അപ്പൊ പറഞ്ഞു, അക്കുൽ അൻത വഇയാലുക, എന്നാ ഇയ്യും എന്റെ പെണ്ണുങ്ങൾ കുട്ടികളെങ്കിലും തിന്ന് എന്നാലും രക്ഷപ്പെടുന്നു.
അങ്ങനെയുള്ളൂ. ആർക്ക് കഴിയില്ലെങ്കിൽ സ്വന്തം പെണ്ണുങ്ങളെയും കുട്ടികളെങ്കിലും സന്തോഷിക്കും. ആശുറ, ഈ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ വസ്സഅ അലാ അയാലിഹി യൗമ ആശുറ വസ്സഅ അല്ലാഹു ലഹു സായിറ സനതിഹി. ആ വർഷം മുഴുവനും അല്ലാഹു അവന്റെ ജോലിയിലും കച്ചവടത്തിലും ഏർപ്പാടിലും ആരോഗ്യത്തിലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും സന്തോഷിച്ച ദിവസം നമ്മൾ സന്തോഷിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ.